പ്രൈസ് ദി ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആഴ്ചത്തെയും പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അത് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈവനിങ് സമയത്തിനായി സ്തോത്രം ചെയ്തു. നിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ ക്രോശങ്ങൾ ക്ഷമിക്കണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസിക്കായി സ്തോത്രം. അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണം. തൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകണം. കുറവുകളെ ക്ഷമിച്ചാട്ട് ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. അവിടുത്തെ വൻ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനം മഹത്വത്തെ കേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് പ്രിയ ആൻറ്റി ശാന്ത ചന്ദ്രശേഖരനാണ്. പ്രിയ ആൻറ്റി ഞങ്ങൾ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് ആൻറ്റി. സുഖമായിരിക്കുന്നേ? സുഖമായിട്ടിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് ജോയിൻ ചെയ്തല്ലേ? തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലിക്കുട. ഓക്കെ. ഇരിങ്ങാലക്കുട. ദൈവത്തിൻ്റെ സ്തോത്രം. ജനിച്ചു വളർന്നൊക്കെ എവിടെയാണോ ആൻറ്റി? അല്ല, ഞാൻ ജനിച്ചു വളർന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോതമംഗലം. മൂവാറ്റുപുഴ കോതമംഗലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എറണാകുളം തൃശ്ശൂർ റൂട്ടിൽ തന്നെയാ കോതമംഗലം അല്ലേ? അങ്കമാലി, നമ്മളെ എയർപോർട്ടില്ലേ, കൊച്ചി എയർപോർട്ട്, അങ്കമാലി, അവിടുന്ന് ചാലക്കുടി, പിന്നെ ഇങ്ങോട്ട് ഇരിങ്ങാലക്കുട. അതെ. കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറയാം കേട്ടോ. ജനിച്ചു വളർന്ന കുടുംബവും ആന്റിയുടെ കുടുംബവും ഒക്കെ ഒന്ന് പറയാം. ഓക്കെ. ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളം ജില്ലയില് കോതമംഗലം. അവിടെ ഒരു ചെറിയ ഗ്രാമം വെണ്ടുവഴി. അവിടെ ഞാൻ ജനിച്ചു വളർന്ന. എനിക്ക് അച്ഛനും അമ്മയും, ഞങ്ങള് മൊത്തം 7 സഹോദരങ്ങള്, 2 ചേച്ചി, ഞാൻ മൂന്നാമത്തെ ആള്, 2 അനുജത്തി, 2 ബ്രദേഴ്സ് 2 എൻ്റെ ഇളയതാ. അങ്ങനെ ഞങ്ങള് 7 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും ഇപ്പൊ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. സഹോദരങ്ങൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും ഓരോ സ്ഥലങ്ങളിലായിരിക്കുന്നു. അവരൊക്കെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ആരും ഈ വിശ്വാസത്തിലേക്കൊന്നും കടന്നു വന്നിട്ടില്ല. അങ്ങനെ ആയിരിക്കുന്നു. ഞാൻ ഒരു കാർഷിക യാഥാസ്ഥിതിക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവരറിഞ്ഞ സത്യത്തില്, കൃത്യനിഷ്ഠയില്, സത്യസന്ധതയില് എൻ്റെ മാതാപിതാക്കള് വളരെ നല്ല ഇതില് ഞങ്ങൾ വളർത്തിയത്. അതുകൊണ്ട് ആ സത്യസന്ധതയൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ ഞങ്ങൾക്കും ഇടയായി. പിന്നെ എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന്റെ വീട് ഇരിങ്ങാലക്കുടയാണ്. ഇവിടെ ഒരു നായർ തറവാട്ടിലെ, അറിയപ്പെടുന്ന ഒരു നായർ തറവാട്ടിലെ അംഗമാണ്. പക്ഷേ പറയുകയാണെങ്കിൽ ഹസ്ബൻഡാ നായർ കുടുംബം കേട്ടോ. ഞാൻ SNDP. ശരി. ഞാനത് നമ്മള് ദൈവസന്നിധിയിൽ പറയുമ്പോൾ ശരി, ഞാനത് ഹൈന്ദവ കുടുംബം ഞാൻ ആദ്യം പറഞ്ഞു. ഞങ്ങള് തമ്മിൽ ബോംബെ വെച്ച് പരിചയപ്പെട്ട. ഹസ്ബൻഡിന്റെ അച്ഛനൊക്കെ ബോംബെയിൽ ജോലിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ്. ഇവിടെ പിന്നെ 5 പേരുണ്ട് കുടുംബത്തില്. അച്ഛനും അമ്മയും 5 മക്കളും ഉണ്ട്. പറഞ്ഞ പോലെ അങ്ങനെ ആരും വിശ്വാസത്തിൽ നമുക്ക് പറയാനില്ല. ഒരു ബ്രദറുണ്ട്, പുള്ളിക്കാരൻ കുറച്ചൊരു പിന്മാറ്റത്തിൽ ആയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കൊക്കെ വരുമായിരുന്നു, സ്നാനപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കുന്നു. അതാണ് ഹസ്ബൻഡിന്റെ കുടുംബ പശ്ചാത്തലം. ശരി. അപ്പോൾ ബോംബെ വെച്ചായിരുന്നു വിവാഹം? ബോംബെ വെച്ചായിരുന്നു. ബോംബെ മഹാലക്ഷ്മി ടെമ്പിള്. മഹാലക്ഷ്മി ടെമ്പിളിലെ കല്യാണം കഴിഞ്ഞു. പക്ഷെ താമസിക്കുന്നൊക്കെ എവിടെയായിരുന്നു? ആദ്യം ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഒരു സ്കൂളിലായിരുന്നു, വീറ്റിയില് അല്ലേ? ബോംബെ വീറ്റിയിലാ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സ്കൂളിന്റെ ക്വാർട്ടേഴ്സിൽ തന്നെ ഞങ്ങൾ താമസിച്ച. പക്ഷെ അതേ നാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഞാൻ കുവൈറ്റിൽ പോയി. ഓ ശരി. അപ്പം രക്ഷിക്കപ്പെട്ടതൊക്കെ ബോംബെ വെച്ചാണോ അതോ കുവൈറ്റ് വെച്ചാണോ? കുവൈറ്റ് വെച്ച് അല്ലേ? ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആൻറ്റി വന്ന് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ഒരു നല്ല ജീവിതാനുഭവമാണ്. കാരണം അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന്
കർത്താവ് യേശുക്രിസ്തുവിനെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ ജീവിതാനുഭവങ്ങളുണ്ട് അല്ലേ? അതെ, അല്ലാതൊന്നും തീർച്ചയായും. ആരും കർത്താവിനെ പിൻപറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് സ്റ്റോറി മുഴുവൻ കേൾക്കാം, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കാം. എനിക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞങ്ങൾ ഇടയ്ക്ക് ചോദിക്കത്തുള്ളൂ. ആ, ഓക്കെ ഓ ഓക്കെ ഓക്കെ. ഞാന് ചെറുപ്പകാലമൊക്കെ പറയുകയാണെങ്കിൽ ചെറുപ്പമൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ മക്കളും അച്ഛനും അമ്മയൊക്കെ വളരെ സന്തോഷത്തോടെ ആയിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, സമയവും ഇല്ലല്ലോ. ഞാന് പിന്നെ മാതാപിതാക്കള് ഞങ്ങളെ അതുപോലെ വളർത്തി, വിദ്യാഭ്യാസവും എല്ലാം. 7 മക്കൾ, മൂത്ത 2 സഹോദരിമാരെ വിവാഹം കഴിച്ചയച്ചു. അതിനുശേഷമുള്ള മക്കളെല്ലാം നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ എൻ്റെ വീട് ചെറിയൊരു വീടായിരുന്നു. അതിനുശേഷം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫാദറിന്. അവിടെ കൃഷി ചെയ്യാനും അതെല്ലാം ചെയ്തു. പിന്നെ മക്കളെയൊക്കെ പഠിപ്പിച്ചെല്ലാം എല്ലാവരും ഓരോ സ്ഥാനത്തെത്തി. ഞാൻ എൻ്റെ 10th കഴിഞ്ഞിട്ട്, ഞാൻ കോതമംഗലം മാർബേസിൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. 10th കഴിഞ്ഞിട്ട് ഞാൻ ബോംബെക്ക് നേഴ്സിങ്ങിന് പോവുകയാണ്. ഞങ്ങളുടെ ആ ദേശത്ത് നിന്ന് നേഴ്സിങ്ങിനൊന്നും അധികം ആൾക്കാർ പോകാറില്ല. അവിടെ നിന്ന് പോകാറ് അന്ന് കാലഘട്ടം, ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്, അന്ന് കാലം പോകാറില്ല. എനിവേ ഞങ്ങളുടെ നെയ്ബർ ഒരു അമ്മാമ്മയുണ്ടായിരുന്നു. അവര് ഈ MGM ഹോസ്പിറ്റലില് പരേലിലെ അവിടുത്തെ മേട്രനായിരുന്നു. അപ്പൊ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. ഞാനും എൻ്റെ ക്ലോസ് ഫ്രണ്ടാ ശോശക്കുട്ടി, തൊട്ടടുത്ത വീട്ടിൽ. ഞങ്ങൾ 1 മുതൽ ഒന്നിച്ച പഠിച്ചതാ. ഞങ്ങൾ രണ്ടും കൂടെ ബോംബെക്ക് പോയി. ഞങ്ങളെ കൊണ്ടുപോയത് ശോശക്കുട്ടിയുടെ അങ്കിളാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല, ഒന്നും അറിയില്ല. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം. ഞങ്ങൾ ബോംബെ പോയി. അവിടെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ റിട്ടേൺ ടെസ്റ്റിന് ഞാൻ പാസ്സായി, ശോശക്കുട്ടിക്ക് കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല. ഞങ്ങൾക്ക് വളരെ സങ്കടം. ഞങ്ങൾ അതുപോലെ ക്ലോസ് ഫ്രണ്ട്സ്, ഇപ്പോഴും അതെ, ക്ലോസ് ഫ്രണ്ട്സാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ചു. ഞാൻ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ 3 വർഷം പഠിച്ചു. 3 വർഷം പഠിച്ചതിന് ശേഷം വാടിയ മെറ്റേണിറ്റിയിൽ മിഡ്വൈഫറി ചെയ്തു 6 മാസം. 6 മാസം മിഡ്വൈഫറിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ബോംബെയിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുവൈറ്റ് കൗൺസിലേറ്റിൽ പിന്നെ കുവൈറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. അപ്പൊ അതിൻ്റെ ഇടയിലാട്ടോ എൻ്റെ വിവാഹം നടന്ന അതിൻ്റെ ഇടയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഈ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ 4 പേര് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വെറുതെ പോയതാ. വെറുതെ പോയപ്പോൾ അവിടെ പോയി ഞങ്ങൾക്ക് എനിവേ ഇന്റർവ്യൂ എഴുതാൻ അവര് പെർമിഷൻ തന്നു. 2 years ഒക്കെ ആയവർക്കായിരുന്നു കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് 2 years ആയിട്ടില്ല. എങ്കിലും എനിക്ക് അവര് ഞാൻ എഴുതി നല്ല മാർക്കോട് കൂടി പാസ്സായി. അങ്ങനെ പിന്നെ കുവൈറ്റിൽ വന്നത് ഒരു 8 മാസം കഴിഞ്ഞ ഒക്ടോബറിലാണ് വരുന്നത്. ഞാൻ ജാനുവരി ഇന്റർവ്യൂ കഴിഞ്ഞെങ്കിലും ഒക്ടോബറിലാണ് വരുന്നത്. ഒക്ടോബറിൽ വന്ന് ഞാൻ അവിടെ ഏറ്റവും കുവൈറ്റിലെ അമീറിന്റെ പേരിലുള്ള ഹോസ്പിറ്റല്, ഏറ്റവും വലിയ ഹോസ്പിറ്റലും നല്ല അഡ്മിനിസ്ട്രേഷൻ, നല്ല ഒരു ഹോസ്പിറ്റലാണ്. ആദ്യത്തെ ഹോസ്പിറ്റലാണ് അമീറിന്റെ റോയൽ വാർഡൊക്കെ ഉള്ള ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലാണ്. അവിടെ ജോയിൻ ചെയ്തു. അവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ജോയിൻ ചെയ്തു. 77 ഒക്ടോബറിൽ ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നു. കുവൈറ്റില് വിസ എടുത്ത് കൊണ്ടുപോയി, അവിടെ വന്നു. പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ മൂത്ത മകളെ 80 ജനിച്ചു. ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തൃശ്ശൂർ തന്നെയുള്ള ബാബു ശോഭനയും. ബാബു ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ബാബു വിളിക്കുന്ന ശാന്തി എന്നാണ്, സ്വന്തം പെങ്ങളെ പോലെ എന്നെ കരുതി. എൻ്റെ അടുത്ത് പറഞ്ഞു, ശാന്തി, നമ്മള് ഈ ആരാധിക്കുന്ന ദൈവങ്ങളൊന്നും, ഞാൻ പേര് പറയുന്നില്ല, ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല, സത്യദൈവം യേശുക്രിസ്തു ആണ്. അപ്പൊ ഞാൻ അത് കേട്ടു. പിന്നെ ഞങ്ങൾ എന്തോ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. പക്ഷെ ഞങ്ങൾ ഫ്ലാറ്റ് 3rd ഫ്ലോറില് ഫ്ലാറ്റ് ഞങ്ങളോട് ചേർന്ന് ഒരു മർത്തോമ കുടുംബമുണ്ട്. അവിടെ എന്നും പ്രാർത്ഥനയാണ് അവിടെ. പക്ഷെ അവർ ഞങ്ങളോട് സുവിശേഷം പറയുക, യേശുവ ഏകരക്ഷിതാവെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. എനിക്കൊരു ബൈബിളൊക്കെ തന്നായിരുന്നു.
അപ്പൊ ആ ബൈബിൾ ഞാൻ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുക, വീട്ടിൽ തുറന്നു പോലും നോക്കാറില്ല, അവിടെ ഇരിപ്പുണ്ട്. നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ ഇവരുടെ കൂടെ ഈ ബാബുവിന്റെ വൈഫ് ശോഭനയുടെ കൂടെ, ശോഭന എപ്പോഴും അവിടെ പ്രേയറിന് വരും. അവരും ഹിന്ദുക്കളാ കേട്ടോ. പ്രേയറിന് വരുമ്പോ ശോഭന എന്നെ പ്രേയറിന് വിളിക്കും, ഞാൻ പോകും. ഡ്യൂട്ടി അല്ലാത്ത സമയത്തൊക്കെ ശോഭനയുടെ കൂടെ പ്രേയറിനും അവിടെ ചെന്ന് പാട്ടും പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കരയും, ഒരുപാട് കരയും. വീട്ടിൽ വന്നു കഴിയുമ്പോ പിന്നെ നമ്മൾ ലോക മനുഷ്യരാ. അപ്പോഴൊന്നും നമ്മൾ കേൾക്കുന്നില്ല, യേശുക്രിസ്തു ഏക രക്ഷിതാവെന്ന് നമ്മൾ കേൾക്കുന്നില്ല, ആരും പറയുന്നില്ല. അവിടെ പോയി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ തിരികെ പോരുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ എനിക്ക് അത് 1988 അപ്പോഴത്തേക്കും ഞാൻ സീനിയറായി. 77 ചെന്നാലേ സീനിയറായി. 88 എനിക്ക് ഹോസ്പിറ്റലില് ഒരു ഈവനിങ് ഡ്യൂട്ടിയാ, ഈവനിങ് ഡ്യൂട്ടി 2 to 10 എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാല് അവിടെ വേറെ ഒരു ഹോസ്പിറ്റൽ, ഇതെല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു മേറ്ററിന്റെ അമ്മയെ കൊണ്ടുവന്നു അവിടെ തലക്കറക്കായിട്ട് കൊണ്ടുവന്ന്. അപ്പൊ ഞങ്ങൾ 4 പേര് ഡ്യൂട്ടിയിലുണ്ട്, ഞാൻ ലീഡർ, പിന്നെ 2 ഈജിപ്ഷ്യൻ, ഒരു ഫിലിപ്പീൻ, ഞങ്ങൾ 4 പേര് ഡ്യൂട്ടിയിലുണ്ട്. വേറെ ഒരു സിസ്റ്റർ ലാബിൽ വർക്ക് ചെയ്യുന്ന, അവർക്ക് അവേഴ്സ് തയ്ക്കാനായിട്ട് അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ കാഷ്വാലിറ്റി വരണം, ഈ എമർജൻസിയിൽ വരണം. അത് ലൈല, ഈജിപ്ഷ്യൻ സിസ്റ്റർ. അവര് 5 മണി 5 to 9 അവരവിടെ ജോലി ചെയ്യണം. അവര് വന്ന് ജോലിക്ക് വന്നു. അപ്പൊ വന്നു കഴിയുമ്പോൾ ലീഡർ ആരാന്ന് വെച്ചാൽ ലീഡറോട് ഇൻഫോം ചെയ്യും വന്നെന്ന്. ലീഡർ വിളിച്ച് സൂപ്പർവൈസറെ പറയും. അത് കഴിഞ്ഞ് ഇവര് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പേഷ്യന്റിന്റെ ECG ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈല എന്നാ കുട്ടിയുടെ പേര്, ലൈല, വെളിയിൽ താമസിക്കും, കുടുംബമായിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് താമസിക്കും, നല്ലൊരു സഹോദരിയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മ വന്നത്, ഈ മേറ്ററിന്റെ അമ്മ വന്നു. മേറ്ററിന്റെ അമ്മയുടെ ബ്ലഡ് അവിടെ കാഷ്വാലിറ്റിയിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ കുറേ പേഷ്യൻസിനുണ്ട്. അവിടെ കിടന്ന് ഓൾ ഇൻവെസ്റ്റിഗേഷൻസ്, CT സ്കാന്, അൾട്രാസൗണ്ട്, ഇതെല്ലാം ചെയ്യും കാഷ്വാലിറ്റി തന്നെ, എമർജൻസി ആയിട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിലേ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ലൈല ഈ അമ്മയുടെ ബ്ലഡ് എടുത്തു. അവിടെ 2 hours കിടന്ന് ബ്ലഡ് റിപ്പോർട്ട് കിട്ടി, ECG ഒക്കെ ചെയ്ത് പിന്നെ ഒരു ഇഞ്ചക്ഷൻ തലക്കറക്കത്തിൽ കൊടുത്ത് അമ്മ അങ്ങ് വീട്ടിൽ പോയി. 7:30 ആയപ്പോൾ വീട്ടിൽ പോയി. 9:30 മണിയായപ്പോഴത്തേക്കും അപ്പൊ കൊണ്ടുവന്നത്, അമ്മയുടെ കൂടെ വന്നത് ഈ മേറ്ററിന്റെ അമ്മയാണ്. ഈ അമ്മ ഒരു ചീഫ് മേറ്ററിന്റെ അമ്മയാണ്, വേറെ ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ആ മേറ്ററിന്റെ ചേട്ടത്തിയുടെ മോളാ കൂടെ വന്നത്. അവരും ഒരു ഹെഡ് നേഴ്സാ, ക്ലിനിക്കിലെ ഹെഡ് നേഴ്സാ. പിന്നെ ഇവരുടെ ബ്രദറും ഉണ്ടായി, മേറ്ററിന്റെ ബ്രദറും ഉണ്ടായി. ഇത്രയും പേരാ കൊണ്ടുവന്നത്. നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഇതൊന്നും നോക്കുന്നില്ല. അത് കഴിഞ്ഞ് 9:30 ഈ ബ്രദർ ഓടി വന്നിട്ട് പറയാം. അപ്പൊ 10 മണിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിയും. 9:30 ആയപ്പോ ബ്രദർ ഓടി വന്നിട്ട് പറയാം, എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ സിസ്റ്റർ ബ്ലഡ് എടുത്തു, വള ഊരിക്കൊണ്ടുപോയി. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു സാക്ഷ്യമായിരിക്കും, വള ഊരിക്കൊണ്ടുപോയെന്ന്. അപ്പൊ ഇന്ത്യൻ സിസ്റ്ററായിട്ട് ഞാൻ ഒരാളെ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ഞങ്ങളുടെ PROയും കൂട്ടിക്കൊണ്ടാ വന്നത്. അപ്പൊ ഞാൻ നോക്കും ഏത് പേഷ്യന്റ്. അപ്പൊ ഞങ്ങൾക്ക് റെക്കോർഡ് ബുക്കിനകത്ത് നോക്കിയപ്പോ ലൈലയാ ബ്ലഡ് എടുത്തതും എല്ലാം ചെയ്തതും. പോകാൻ നേരത്ത് ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നു, അതേ ഉള്ളൂ. അപ്പൊ ഇത് ഏത് പേഷ്യന്റാണെന്നിങ്ങനെ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി ഏത് പേഷ്യന്റാണ്. അപ്പോഴത്തേക്കും സൂപ്പർവൈസറെ വിളിച്ച്, സൂപ്പർവൈസറെ ഒരു കുവൈറ്റിയും ഒരു ഇന്ത്യനും ഉണ്ടായി, 2 മേറ്റർമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവർ 2 പേരും ഓടി വന്നിട്ട് കുവൈറ്റി ഇന്ത്യന് സപ്പോർട്ട് ചെയ്യാന്ന് കുവൈറ്റി മേറ്റർ പറഞ്ഞു, ഇല്ല എനിക്ക് ശാന്തയെ നന്നായിട്ട് അറിയാം, അവൾ ഒരിക്കലും അത് ചെയ്യല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവര് പറയുകയാണെങ്കിൽ ആ നിമിഷം നമ്മളെ പോലീസ് കൊണ്ടുപോകും. പക്ഷേ പോലീസിലൊന്നും അന്നേരം കൊണ്ടുപോയില്ല. അങ്ങനെ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുന്നു. ഇതൊരു വലിയ പ്രശ്നമായി, പോലീസ് കേസായി, അങ്ങനെയെല്ലാം. പിന്നെ അവരെ അന്വേഷിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഹോളിഡേ ആയിരുന്നു. അപ്പൊ ഈ ഹോളിഡേ കഴിഞ്ഞ് ഞങ്ങള് ഡ്യൂട്ടിക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ചീഫ് മാട്രൺ വന്നു. ആദ്യം പോയി ലൈല ലാബിലാണ് ജോലി ചെയ്യുന്നത്. ലൈലയുടെ അടുത്ത് പോയിട്ട് ലൈലയെ കുറെ
ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ശാന്ത യു ടെൽ മീ വാട്ട് ഹാപ്പൻ. എന്നോട് പറഞ്ഞു, ശാന്ത എന്താ പറ്റിയെന്ന് എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ലൈലയാ ബ്ലഡ് എടുത്ത് ഞാനല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ, അല്ല പേഷ്യന്റിന്റെ റിലേറ്റീവ്സും പറയുന്നേ നീയാ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു മലയാളി മേട്രനും കൂടെ ഉണ്ട്, രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നു. തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടെ തിരുവല്ലക്കാരൻ ഒരു മലയാളി മേട്രനും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരങ്ങ് പോയി, എന്നോട് ഇത്രയും ചോദിച്ചിട്ട് പോയി. പിന്നെ അതിങ്ങനെ കേസായി. അപ്പൊ ഈ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡയറക്ടർ എൻ്റെ കൂടെ ട്രെയിനി ആയിരുന്ന പുള്ളിക്കാരൻ വളരെ നല്ല സ്വഭാവം. അല്ലെങ്കിൽ ഞങ്ങളെ പോലീസ് പിടിച്ചോണ്ട് പോയേനെ, എന്നെ ലൈനിൽ. പോലീസൊന്നും കൊണ്ടുപോയില്ല. ഈ കേസ് ഇങ്ങനെ നടക്കുവാണ്. എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം 6 മണിക്ക് ഞങ്ങളോട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു, വൈകുന്നേരം. അപ്പൊ ഞങ്ങളുടെ ഹെഡ് നേഴ്സ്, ഞാനും എൻ്റെ ഹസ്ബൻഡും, ലൈലയുടെ ഹസ്ബൻഡും, ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നതിന് മുമ്പ് ഈ ലൈല ഉച്ചയ്ക്ക്, അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ല, 88 ലൈല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശാന്ത നീ വരുമ്പോ പ്രാർത്ഥിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അവര് മുസ്ലിംസ് അല്ലേ, പ്രാർത്ഥിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോകാൻ ഒരുങ്ങുക. അപ്പൊ ഞാൻ ഈ റൂമിനകത്ത് കയറി, ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി. അപ്പൊ ഞാൻ ഓർക്കും, ഞാൻ ആരോട് പ്രാർത്ഥിക്കും? കാരണം നമുക്ക് ഒരുപാട് ദൈവങ്ങളല്ലേ ഹിന്ദുക്കൾക്ക്. ഞാൻ ആരോട് പ്രാർത്ഥിക്കുമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഈ അപ്പുറത്തെ കുടുംബം എനിക്ക് ബൈബിൾ തന്ന ഓർമ്മ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാ ഈ ബൈബിൾ ഒന്ന് തുറന്നു നോക്കാൻ നോക്കി. എനിക്ക് ബൈബിൾ എന്നാന്നോ ഒന്നും അറിയില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ യേശു എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ ഈ കോതമംഗലത്തുള്ള മുഴുവൻ യാക്കോബക്കാരാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയില് ബാബ തിരുമേനി, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ബാബ തിരുമേനി അല്ലെങ്കിൽ മുത്തപ്പൻ എന്നൊക്കെയാ പറയുന്നത്. അത് ഞാൻ ആ പള്ളി സ്കൂളിലാണ് പഠിച്ചത്. അതേ ഞങ്ങൾക്കറിയാം. യേശു ആരാണ് ഞാൻ കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ ബൈബിൾ എടുത്ത് തുറന്നപ്പോ എനിക്കൊരു ഞാൻ തുറന്ന് എവിടെ വായിക്കണമെന്നൊന്നും അറിയില്ല. എനിക്ക് കിട്ടിയത് യെശയ്യാവിന്റെ 41:8 മുതൽ ഞാൻ അങ്ങ് വായിക്കുക. ഇങ്ങനെ വായിച്ചു, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചമ്പരന്ന് തല താഴ്ത്തും. ഞാനിത് വായിക്കുകയും എനിക്ക് ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നോട് കൂടെ, ആ വചനം അങ്ങ് ഭയങ്കരമായിട്ട് എന്നെ എനിക്കതിൻ്റെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും. ഞാൻ നിന്നോട് പറയുക, എനിക്ക് തോന്നി ഈ വചനം ജീവനായിട്ട് ഇവിടെ നിന്ന് ആരാണ്ട് ഇങ്ങനെ ഒരു അശരീരി കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുക. എന്നിട്ട് ഞാൻ തന്നെ പറയും, അയ്യോ ഈ ലോകത്ത് ജീവനുണ്ട്. ഞാൻ ഇപ്പോഴത് പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറയുക, അയ്യോ ഈ ലോകത്ത് ജീവനുള്ള ഒരു ദൈവമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ, പിന്നെ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. അത് ആ ഭാഗം വായിച്ചു. പക്ഷെ വളരെ ഒരു സമാധാനം എന്നിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്ന് 6 മണിക്ക് CID വന്ന് ആദ്യം ലൈലയെ വിളിച്ചിട്ട് കുറച്ചധികം നേരം അവളെ ചോദ്യം ചെയ്തു. അവർക്കറിയാം ലൈലയാണ് ഈ ബ്ലഡ് എടുത്തതെന്ന്. ലൈല പറയുന്നുണ്ട് അവളാ എടുത്തതെന്ന് അവള് തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞ നേരം, സിസ്റ്റർ യു ടെൽ മീ, കുവറ്റി CID സിസ്റ്റർ യു ടെൽ മീ വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സംഭവിച്ച കാര്യം പറഞ്ഞു. ഒരു 5 മിനിറ്റ് മാക്സിമം അത്ര എന്നോട് ചോദിച്ചോളൂ. ഞാൻ വെളിയിൽ വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോ ഈ കേസ് ഒരു ദിവസം ഇവർക്ക് ഇത് തീർക്കണമല്ലോ. ഒരു ദിവസം ഈ CID ഡയറക്ടറുടെ ഓഫീസിലെ മേട്രന്മാരെല്ലാം, ഇതിന്റെ ഈ കൂടെ വന്ന ആ മേട്രന്റെ സഹോദരിയുടെ മകള് എല്ലാരും കൂടെ വന്നിരിക്കുക ഡയറക്ടർ ഓഫീസിൽ രാവിലെ. എനിക്കറിയില്ല, ഞാനില്ല. ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ മേട്രൻ മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ഈ സഹോദരിയുടെ മകളോട് പറയാ, നീ കണ്ടു ഇന്ത്യൻ സിസ്റ്റർ വള ഊരിക്കൊണ്ടു പോകുന്ന കണ്ടെന്ന്.
അപ്പൊ ആ സഹോദരി പറഞ്ഞു, ഇല്ല ഞാൻ പറയത്തില്ല, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവളാ, ഞാൻ പറയത്തില്ല, കള്ളം ഞാൻ പറയുകയില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞപ്പോ ഈ കേട്ടിരിക്കുന്നവർക്കെല്ലാം മനസ്സിലായി ഇത് മുഴുവൻ കള്ളമാണ്. ആക്ച്വലി ഈ മേട്ടൻ എന്തിനാണെന്നറിയോ ഇങ്ങനെ ചെയ്തത്? അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന എമരി ഹോസ്പിറ്റലിലാണ്. എമരി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ നേഴ്സസിന് ഭയങ്കര ഡിമാൻഡ്, ഭയങ്കര വില, നല്ല കെയർ ഉണ്ടെന്ന് അറിയാം. അതെല്ലാവർക്കും, ആർക്കും ആ ഹോസ്പിറ്റലിൽ പോകണ്ട, ഈ മേട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകണ്ട. എല്ലാവരും ഇങ്ങോട്ട് വരും. എന്താ പറയുക, ഇവിടുത്തെ നേഴ്സസ് നല്ലതെന്ന്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നേഴ്സുമാരായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് A to Z നമ്മൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും. റിലേറ്റീവ്സ് ഒക്കെ ഒന്നും ചെയ്യല്ല. അങ്ങനെ പിന്നെ നേഴ്സസിന്റെ പേര് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേട്രൺ ചെയ്ത കാര്യമായത്. പക്ഷെ വന്ന് സംഭവിച്ച എൻ്റെ സമയത്ത് അത് ദൈവിക സന്ദർശനമായിരുന്നു. കാരണം ഞാൻ കുറെ നാൾ മുമ്പ്, അതിനു മുമ്പ് ഈ ശോഭന എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട്, യഥാർത്ഥമായും എനിക്കറിയത്തില്ല യേശുക്രിസ്തു രക്ഷകനെന്നൊന്നും എനിക്കറിയത്തില്ല, ആരും പറഞ്ഞു തരുന്നതുമില്ല. അത് കഴിഞ്ഞ് ആ കേസൊക്കെ കഴിഞ്ഞ് ഒന്നുമില്ല, ഞാൻ ഫ്രീ ആയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് വീണ്ടും ഇങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ 90 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മോനുണ്ട്. ഞങ്ങൾക്ക് 4 മക്കളാണ്, ഞാൻ അത് പറയാൻ വിട്ടുപോയി. 4 മക്കള്, മൂത്ത 3 പെൺകുഞ്ഞുങ്ങളാണ്, പിന്നെ ഇളയത് മോന്. എല്ലാവരും വിവാഹിതരാണ് കേട്ടോ. മൂത്ത മോള് അമേരിക്കയില്, രണ്ടാമത്തെ മോള് കുവൈറ്റിലായിരുന്നു ജോലി, ഇപ്പൊ അവള് ബാംഗ്ലൂർ ഹസ്ബൻഡിന്റെ കൂടെ ഇപ്പൊ ഇവിടെ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ മോള് ഒരു കർത്തൃദാസനാണ്, വിവാഹം ചെയ്തിരിക്കുന്നത്, അവര് സുവിശേഷ വേലയില്. മോൻ കുവൈറ്റിലാ കുടുംബമായിട്ട്. അങ്ങനെ ഞങ്ങൾ 90 ആയപ്പോഴത്തേക്കും കുവൈറ്റ് വാർ, നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല, കുവൈറ്റ് വാറുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പോകാനായിരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, 4 കുഞ്ഞുങ്ങളും ഉണ്ട്, 3 പേര് സ്കൂളിൽ പോകുന്നു. അപ്പൊ നമുക്ക് പോകണ്ട, നമുക്കിവിടെ കുവൈറ്റിൽ തന്നെ കുറെ പേര് അവിടെ വന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാം, നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. തന്നെയല്ല, വീട്ടില് എൻ്റെ അമ്മയും ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ കിടപ്പായി പോയി, ഭയങ്കര സിക്കായി പോയി അവര്. ഇപ്പൊ എൻ്റെ ഒരു സഹോദരിയും ഉണ്ട് കുവൈറ്റില്, ഞങ്ങൾ കൊണ്ടുപോയത് എൻ്റെ ഒരു സഹോദരിയുണ്ട്, നേഴ്സായിട്ട് വേറെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന. അപ്പൊ ഞങ്ങളും പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ എന്ന് ഇവരൊക്കെ അങ്ങ് സിക്കായി പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോരുന്ന എപ്പോഴാ, ഓഗസ്റ്റ്, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് പോയതാ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി അന്ന് വെളുപ്പിന് ഒരു 4 മണിയായപ്പോ വെടിയൊച്ച കേട്ടോണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഈ ഒന്നും കാണുന്നില്ല, പക്ഷിയെ വെടിവെച്ചാന്ന് ഓർത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വൂണ്ടഡ് സോൾജിയേഴ്സ് വരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി യുദ്ധമാണ്. പിന്നെ ഒന്നും പറയണ്ട. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റൽ എന്ന് പറയാൻ ഈ രാജാവിന്റെ കൊട്ടാരത്തിനോട് ചേർന്ന്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നുള്ള കംപ്ലീറ്റ് ആൾക്കാരും, ഒത്തിരി വൂണ്ടഡ്, മരിച്ചവരും മരിക്കാത്തവരും എല്ലാം കൊണ്ട് കുവൈറ്റികളെല്ലാം പിടിച്ച് കൈ പുറകോട്ട് കെട്ടി അവിടെ ഫ്രണ്ടില് സീ സൈഡിലാ ഹോസ്പിറ്റല്, അവിടെ എല്ലാം ഭയങ്കരമായിട്ട് ദ്രോഹിച്ച് അങ്ങനെ വല്ലാത്തൊരു സീനായി. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നിട്ട് 3-ാം ദിവസം വീട്ടിലെത്തുന്നു. ഞങ്ങളെ വിട്ടില്ല, എമർജൻസിക്ക് പിടിച്ചു വെച്ചു. അപ്പൊ എൻ്റെ മോൻ അന്ന് വെറും 6 മാസമായിരുന്നു. അങ്ങനെ ഞാൻ പോകാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡാണ് ഈ ഇന്റീരിയർ മിനിസ്ട്രിയിലെ എന്താ പറയുക, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റില്ല, അവിടെ ഈ ഫിംഗർ പ്രിന്റിന്റെ അതൊക്കെ ആ ഡിപ്പാർട്ട്മെന്റില്ല. അപ്പൊ പുള്ളിക്കാരനെ ആണെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞു പോരുത് ചേട്ടാ, യുദ്ധമാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. കുവൈറ്റിൽ എവിടെ യുദ്ധം എന്ന് പറഞ്ഞ ആള് പോയി കഴിഞ്ഞപ്പോ പട്ടാളം അവിടെ വളഞ്ഞിരിക്കുക. കാരണം അത് അവരുടെ ഈ സീക്രട്ട് എല്ലാം ഉള്ള സ്ഥലമായതുകൊണ്ട് പട്ടാളം വളഞ്ഞിരിക്കുക. ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുവൈറ്റിൽ നിന്ന് പോരേണ്ടി വന്നു. പോകുന്ന ഞങ്ങൾ 2 മാസം കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് വാറ് തുടങ്ങി. ഞങ്ങൾ പോകുന്നത് സെപ്റ്റംബർ, 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് പോരും. മോൻ കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങൾ പോരുകയാണ് ഇറാഖ് വഴി ജോർദാനി 2 ദിവസം. അവിടെയൊക്കെ റെഡ് ക്രോസിന്റെ ഒക്കെ സഹായം ഉണ്ടായിരുന്നു. പിന്നെ ഒമാൻ എയർപോർട്ടിൽ നിന്ന് ബോംബെ നിന്ന്
ട്രെയിന് നാട്ടിലേക്ക്. പക്ഷെ വഴിമധ്യേ ഈ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ പോന്നെങ്കിലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കോ, ഞാൻ കുറെ മെഡിസിനും ഒക്കെ കെട്ടിയെടുത്തോണ്ട് വന്നു, അതൊക്കെ ജോർദാനി ഇട്ടേച്ച് പോന്നു. ഒരു മൂക്കിപ്പനി പോലും കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ സമാധാനമായിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു, നീ ദൈവകോപായത്, നീ ശബരിമലയ്ക്ക് പോകാഞ്ഞിട്ടാ, അത് ചെയ്യാഞ്ഞിട്ടാ ദൈവകോപാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എടുത്തു പറഞ്ഞു ശബരിമലയ്ക്ക് പോകാൻ. അപ്പൊ ശബരിമലയ്ക്ക് ഹസ്ബൻഡും മൂത്ത മോള്, അന്ന് 10 വയസ്സുണ്ട്, മൂത്ത മോളുമായിട്ട് ശബരിമലയ്ക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴത്തേക്കും ഈ സാമ്പത്തികമായിട്ട് വളരെ കുറച്ച് പൈസയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. വന്ന ഉടനെ ഹസ്ബൻഡിന്റെ അമ്മ സിക്കായിട്ട് ഒരു 33 ദിവസം തൃശ്ശൂർ മെഡിക്കൽ ട്രസ്റ്റിൽ കിടന്നു. അതോടുകൂടി അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഞങ്ങള് അവിടുന്ന് ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് പോവാം, ഞാൻ നേഴ്സല്ലേ, ഞാൻ ജോലിക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ പലയിടത്തും പോയി നോക്കിയപ്പോ സാലറി പറയുന്നത് 1000 റുപ്പീസ്. 1000 റുപ്പീസ് സാലറി കിട്ടിയ 4 കുഞ്ഞുങ്ങളെ ആര് നോക്കും ഞാൻ പോയാല്? അപ്പൊ പറഞ്ഞു അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ജോലിക്കൊന്നും പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോ 91 ആദ്യം കുവൈറ്റിലെ യുദ്ധം അവസാനിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുവാണ്, കുവൈറ്റിലെ യുദ്ധം അവസാനിച്ചു, വിളിക്കാൻ തുടങ്ങിയ ആൾക്കാരെ. അങ്ങനെ ഞങ്ങളും തിരിച്ചു വന്നു. ഞാനും ഹസ്ബൻഡും സെപ്റ്റംബറായി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും 1 വീക്ക് ഡിഫറൻസിൽ തിരിച്ചു പോന്നു. കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിലാക്കി. കാരണം അവിടെ എൻ്റെ സിസ്റ്ററിൻലോ ഉണ്ട്, എൻ്റെ അമ്മയുണ്ടായിരുന്നു അന്നേരം. പിന്നെ ഞാൻ സഹായത്തിന് ഒരു സഹോദരിയും കൂടെ ആക്കി കൊടുത്തു. അങ്ങനെ ഞാനും ഹസ്ബൻഡോടെ ബോംബെക്ക് ട്രെയിൻ കയറി. ബോംബെയിൽ നിന്ന് ഞാൻ ആദ്യം പോന്നു, പിന്നെ ഹസ്ബൻഡ് കുവൈറ്റിൽ വന്നു. കുവൈറ്റിൽ വന്നിട്ട് ഞങ്ങൾ താമസിച്ചതുപോലെ എന്നോട് ഹോസ്റ്റലിൽ പോകാൻ പറഞ്ഞു, ഞാൻ പോയില്ല. കാരണം ഹസ്ബൻഡ് വരുമായതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ പോയില്ല. അപ്പൊ ഞങ്ങൾ അന്ന് പെട്ടെന്ന് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വീടെല്ലാം കുത്തി തുറന്ന് എല്ലാം ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. കുറേ തുണികൾ അവിടെ കിടപ്പുണ്ട്, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഈ ഇറാഖികൾ കൊണ്ടുപോയി. വീട് തുറന്നു കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ എവിടെയെങ്കിലും നമുക്ക് താമസിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാ. അവര് മർത്തോമക്കാരാ, രാജു വർഗീസും ഏലിയാമ്മയും. അവർ രണ്ടുപേരുള്ളൂ, കുഞ്ഞുങ്ങൾ 4 പേരാ. അവര് വെൺമണിയാ അവരുടെ സ്ഥലം, അവര് വെൺമണിയിലാ കുഞ്ഞുങ്ങള്. അപ്പൊ ഞങ്ങൾ അവരുടെ കൂടെ താമസിച്ചു. അവരുടെ കൂടെ താമസിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ അവര് പ്രാർത്ഥിക്കാനിരിക്കും. ഞാൻ അവിടെ ഉള്ളപ്പോ ഞങ്ങൾ ഇരിക്കും, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങള് അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ശനിയാഴ്ച ഒരു പ്രാർത്ഥന അവര് വെക്കും. എല്ലാ ശനിയാഴ്ചയും മർത്തോമക്കാര് ഒരു 5-8 ഫാമിലിക്കാര് ഒരുമിച്ച് പ്രാർത്ഥന. അപ്പൊ ഞങ്ങൾ പോകാൻ തുടങ്ങി, വചനം കേൾക്കാൻ തുടങ്ങി. അപ്പൊ നല്ല സന്തോഷമാണ്. അപ്പൊ വചനം കേൾക്കുമ്പോഴൊക്കെ അപ്പൊ ഞങ്ങൾ ആ സമയത്തൊക്കെ ഹസ്ബൻഡ് വരില്ല. ഹസ്ബൻഡിന്റെ വിചാരം നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്, പിന്നെ എന്തിനാ ഞാൻ ഈ ദൈവത്തിന്റെ പുറകെ പോകുന്നതെന്ന് ഹസ്ബൻഡ് വിചാരം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ പറയണ, ഈ അവിടെ ഇവിടെയൊക്കെ വചനം കേൾക്കാൻ പോകും. മിക്കവാറും ഈ ശോഭന എൻ്റെ കൂടെ കാണും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അടുത്തായിട്ട് എന്താ പറയണ, ഈ സാറ്റർഡേ പ്രെയർ തുടങ്ങി. സാറ്റർഡേ പ്രെയറിന് ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് പലപ്പോഴും എന്നിലേക്കൊരു ഭയങ്കര ശക്തി വരുന്ന എനിക്കറിയില്ല പരിശുദ്ധാത്മ ശക്തിയാണെന്ന്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇങ്ങനെ അല്ല, അങ്ങനെയൊന്നും അവർക്കൊന്നും ആ ഫീലിംഗ്. എനിക്ക് ചില സമയത്ത് എൻ്റെ കർത്താവെ ഞാൻ ഇങ്ങനെ കയ്യം പിടിച്ചിട്ട് ഇങ്ങനെ എനിക്ക് നിയന്ത്രിക്കാൻ വയ്യാതെ വരും. അപ്പൊ എനിക്കറിയത്തില്ല ഇത് പരിശുദ്ധാത്മ ശക്തിയാണെന്ന്. അപ്പോഴും ഞങ്ങൾക്കറിയില്ല ഈ യേശു മാത്ര ഏകരക്ഷിതാണെന്ന്. ഞാനാണ് ഈ നാട്ടിൽ ഈ യുദ്ധ സമയത്ത് വന്ന് ഞങ്ങൾ നാട്ടിൽ ഹസ്ബൻഡിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവർ കുളിക്കുന്ന ഒരു കുളമുണ്ട് അവിടെ, ആ കുളത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ആത്മഹത്യ ചെയ്യാം. ഞാൻ പല പ്രാവശ്യം ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു, നമ്മളെങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വളർത്തും, നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹസ്ബൻഡ് ഇച്ചിരി സ്ട്രോങ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സത്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചതിന്. പക്ഷെ ദൈവം ഞങ്ങളെ മുന്നേ കണ്ടതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ഈ സാറ്റർഡേ മീറ്റിങ്ങിന് ഇരിക്കുമ്പോഴാണ്, അതെല്ലാം കഴിഞ്ഞ് അവരുടെ കൂടെ വലിയ സന്തോഷമായിട്ട് ജീവിച്ചു വരുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യില്ല. അതിനിടയിൽ ഞാൻ വന്ന് പിള്ളേരെ കൊണ്ടുവന്നു കേട്ടോ. 92 ആയിട്ട് 91 ഞങ്ങൾ തിരിച്ചു വന്നു. 92 ഞാൻ നാട്ടിൽ വന്ന് പിള്ളേരെ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുപോയി എനിക്ക് അന്ന് ഇവിടെ വരണം, ട്രിവാൻഡ്രത്തെ എയർപോർട്ടുണ്ട്, കൊച്ചിയിലില്ല.
ഞങ്ങൾ വരുന്ന വഴി അന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവിടുന്ന് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ദിവസം ഈ ബന്ദ എന്താ ഹർത്താലായിട്ട് ഒരു രക്ഷയില്ല കടന്നു പോകാൻ. അപ്പൊ എൻ്റെ ബ്രദറിന് ഒരു ജീപ്പുണ്ട്. ആ ജീപ്പയിൽ കരിങ്കൊടിയും കെട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സഹോദരങ്ങൾ വലിയ സ്നേഹമാണ്. അപ്പൊ എല്ലാവരും അതിനകത്ത് എല്ലാവരും കയറി. എൻ്റെ ചേച്ചിമാരും എന്തേലും പറ്റുവാണെങ്കിൽ വല്ല കല്ലേറൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാന് 4 പിള്ളേര്, ചേച്ചിമാരോ ബ്രദേഴ്സോ ആരാണ്ട് എല്ലാം വണ്ടി നിറച്ച ആൾക്കാർ ഞങ്ങൾ പോരുക. ഞങ്ങൾ എവിടെ വരുമ്പോഴും ഈ പോലീസ് വണ്ടിയൊക്കെ കത്തി കരിഞ്ഞു കിടക്കുന്ന കാഴ്ച ഞങ്ങൾ കാണാം. ഞങ്ങളുടെ വണ്ടി മാത്രം ഈ റോഡേ വരുന്നേ. ഞങ്ങൾ പേടിച്ചു. അപ്പൊ ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് പാട്ടൊന്നും അറിയില്ല, പക്ഷെ ഒരു പാട്ട് എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. ഇതിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ടില്ലേ, അതിനെത്തില്ലേ, വിശ്വാസമാം പട യാത്ര ചെയ്യുമ്പോൾ. എനിക്ക് അതിന്റെ ഒന്നോ രണ്ടോ സെന്റൻസ് അറിയാം. ഞാൻ ഇത് പാടും, കരയാ, ഫുൾ കരച്ചില്ല ഞാന്. ഈ എൻ്റെ ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് ഓരോന്നും, ഞാൻ അതൊന്നും കേൾക്കുന്നില്ല. ഞാനിങ്ങനെ എന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്, അതേസമയം സങ്കടമുണ്ട്. അങ്ങനെ എന്തായാലും യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ വഴിയൊക്കെ റോഡൊക്കെ അടച്ചു വെച്ചിരിക്കുക. പക്ഷെ ചെല്ലുമ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന ഒരു വണ്ടിക്ക് കടന്നു പോകാൻ പാകത്തിന് വഴി കാണും. അങ്ങനെ ഞങ്ങൾ അതിലൂടെ കടന്നു ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്ന് ഞങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങളെയും കണ്ട. അപ്പൊ അവരുടെ 2 കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഞങ്ങൾ ആ താമസിച്ച വീട്ടിലെ 2 അങ്ങനെ 6 മക്കളെയും കണ്ട ഞാൻ കുവൈറ്റിലെത്തി. കുവൈറ്റിൽ അങ്ങനെ പിന്നെ വീണ്ടും പിള്ളേരെ സ്കൂളിലൊക്കെ ചേർത്ത് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് ഈ പിന്നെ എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന പറയുമ്പോൾ ഒറ്റ ആൾക്കാർ നമ്മളോട് സുവിശേഷം പറയത്തില്ല കേട്ടോ. ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, എന്താ നിങ്ങളൊക്കെ വാ തുറക്കാതിരിക്കുന്നതെന്ന്. അത് ഒരു മേഴ്സി ഉണ്ടായിരുന്നു. മേഴ്സി ഇപ്പൊ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. മേഴ്സി ബ്രദറുകാരിയാണ്. മേഴ്സി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, അപ്പൊ അവരുടെ ഒരു മൂപ്പൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്നെ ജോയി, നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. പുള്ളി ലോകം മുഴുവൻ നടന്ന ഒരു സുവിശേഷകനാ. പുള്ളി ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, തൃശ്ശൂർക്കാരനാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് ആ ജോയിച്ചായി ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മേഴ്സി മേഴ്സി, എനിക്ക് സമയമില്ല, വേണ്ട മേഴ്സി. മേഴ്സി എൻ്റെ പുറകെ നടന്നു. അപ്പൊ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരു ബ്രദറൻ കുടുംബമുണ്ട്, ഞങ്ങൾ താമസിക്കുന്നിടത്ത്. മേഴ്സി പുറകെ നടന്നു വരുന്ന എന്തായാലും ജോയിച്ചായി ഞങ്ങളുടെ വീട്ടിൽ വന്നു. വളരെ സമയം പോയോ? വളരെ വളരെ സൗമ്യനായിട്ട് ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത്. അപ്പൊ ആ സമയത്ത് കൺവെൻഷൻ നടക്കുന്നുണ്ട്, ബ്രദറുകാരുടെ കൺവെൻഷൻ സിറ്റി ചർച്ചിൽ നടക്കുക. ഞങ്ങളോട് പറഞ്ഞു വരണമെന്ന്. വരാമെന്നോർത്തപ്പോ എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. ഈവനിങ് ഡ്യൂട്ടിയിൽ ഞാൻ മേറ്ററിന്റെ പെർമിഷൻ ചോദിച്ചു. ഇവിടത്തേ ഇല്ല, എമർജൻസി അല്ലേ, ഇവിടത്തേ ഇല്ല, അതും പീക്ക് ടൈം 7 o'clock ഈവനിങ്. എന്തായാലും ആ മേറ്ററൻ കരിഞ്ഞ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ മേറ്ററിന്റെ കൂടെ ഒരു മലയാളി മേറ്ററിനും കൂടെ വന്നിരുന്നെന്ന്, തോമസ് മേറ്ററനായിരുന്നു. എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി, ഇവർ വണ്ടിയും കൊണ്ട് അതിലൂടെ വന്ന് ഡ്രസ്സ് മാറി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ എല്ലാ ആൾക്കാരും നിറഞ്ഞിട്ട് സ്ഥലം ഇല്ല ഇരിക്കാൻ. ഞങ്ങൾ അവിടെ, അപ്പൊ ഈ ബാബു ശോഭനയുണ്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഇരുന്നു. അവിടെ കിട്ടിയ സ്ഥലത്ത് അവിടെ ഇവിടെയായിട്ട് പോയിരുന്നു. മെസ്സേജ് കേട്ടപ്പോ ഞാനങ്ങ് കരയാൻ, എനിക്കറിയത്തില്ല, കരച്ചിലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ വയ്യ. ഞാൻ വിറയ്ക്കുമായിരുന്നുണ്ട്. ഏത് മെസ്സേജ് ആയിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല കേട്ടോ. ഞാന് ഭയങ്കരമായിട്ട് കരഞ്ഞ്, ഞാൻ ഇങ്ങനെ കരഞ്ഞ് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിറച്ചിട്ട്. അപ്പൊ ഞാൻ ഈ എന്താ പാസ്റ്ററല്ല, മൂപ്പനല്ലേ, പറഞ്ഞു, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവര് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് എഴുന്നേക്കണം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ നേരത്ത് എനിക്ക് പേടി, ഹസ്ബൻഡ് എല്ലാം പറയുമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പുറകിലോട്ട് പതുക്കെ നോക്കി, എവിടെ ഹസ്ബൻഡ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പുറകിലോട്ട് ഞാൻ ഇങ്ങനെ തിരിയാൻ വന്നപ്പോ എൻ്റെ ചെവി അടിക്കുന്ന ശബ്ദത്തിൽ കേൾക്കുക, നീ എന്തിനാ പുറകോട്ട് തിരിഞ്ഞു നോക്കുക. എനിക്ക് അതൊക്കെ പറയുമ്പോഴല്ലോ, ഐ ആം റിയലി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഞാൻ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്നേരം പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ നേരത്ത് ഇത് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ അങ്ങ് എഴുന്നേറ്റ് അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിറച്ചിട്ട് നിൽക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു ഇപ്പൊ താഴെ വീഴുമെന്ന്, കരച്ചിലും. അത് കഴിഞ്ഞ്
നോക്കുമ്പോൾ 4 പേരും അവിടെ ഇവിടെ ആയിട്ട് എഴുന്നേറ്റ് നിൽപ്പുണ്ട്. ബാബു, ശോഭന, എൻ്റെ ഹസ്ബൻഡ്, ഞാനും ഒക്കെ എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ മുന്നോട്ട് വിളിച്ചു, ഞങ്ങളെ മുന്നോട്ട് വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ മുന്നേ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എവിടെല്ലാം, അപ്പൊ ഈ വചനം കേട്ടാൽ ഞങ്ങൾ ഭയങ്കര ആർത്തി എന്ന് പറഞ്ഞാൽ എവിടെല്ലാം വചനം ഉണ്ടോ അവിടെ എല്ലാം ഞങ്ങൾ പോകും. ഈ പിള്ളേരെയും കണ്ട്, പിള്ളേർ സ്കൂളിൽ പോകുന്നു, 3 പേരും, മോൻ ചെറുത്, എന്നാലും ഞങ്ങൾ പോകും, എങ്ങനെയും പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ 94 അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. അത് 93 ഒക്ടോബർ 8 ഞങ്ങൾ രക്ഷ ഏറ്റു പറഞ്ഞു. അത് കഴിഞ്ഞ് ആ വർഷം 93 ഞങ്ങൾ നവംബറിൽ ഞങ്ങൾ സ്നാനപ്പെട്ടു. ഞങ്ങൾ രണ്ടും സ്നാനപ്പെട്ടത് എങ്ങനെയാ? ഞങ്ങളെ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, ബ്രദറിൽ പോകരുത്, അവിടെ പരിശുദ്ധാത്മാവിന്റെ ടീച്ചിങ് ഇല്ല, അതുകൊണ്ട് ബ്രദറിൽ പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പിന്നെ പെന്തക്കോസ്റ്റ് ചർച്ചും അറിയില്ല, ആരെയും അറിയത്തില്ല. അപ്പം ഞങ്ങള് ഇംഗ്ലീഷ് ചർച്ചിൽ സ്നാനപ്പെട്ടു. ഞങ്ങളെ ഒരു അമേരിക്കൻ പാസ്റ്റർ ജെറിയ, കർത്തൃദാസൻ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു, ഞങ്ങളെ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ 94, പെട്ടെന്ന് പറയാം, 94 ഞങ്ങൾ ഈ അജിത് കുമാർ എന്ന് പറഞ്ഞ കാട്ടാക്കടയുള്ള ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ അവിടെ വന്നിട്ട് ഈ ഇതിന്റെ ക്ലാസ് എടുത്തു, വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ആത്മഭാരം. ഞങ്ങളുടെ ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോകുന്നേ, നമ്മുടെ സഹോദരങ്ങളൊക്കെ അന്ന് മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുക, എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വരാൻ തീരുമാനിച്ചു. അപ്പൊ ഓൾറെഡി അതിന് മുന്നേ 93 ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ആ ഡിസംബറിൽ തന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു. ഞങ്ങൾ ഒരു വീട് വാങ്ങിച്ചു. വീട് വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും 93 ഡിസംബറിൽ വന്നു, 94 ജാനുവരിയിൽ വീട് വാങ്ങിക്കാൻ ലാസ്റ്റ് ദിവസമായപ്പോഴാണ് ഒരു 27 സെന്റ് സ്ഥലവും ഒരു വീട്, 2 നിലയാ, പക്ഷെ പഴയ വീടാ. ആ വീട് വാങ്ങിച്ചു. അപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലും പൈസ ഒന്നുമില്ല. ഇച്ചിരി ഏതാണ്ട് പൈസ അഡ്വാൻസ് 8.5 ലക്ഷം രൂപ അന്ന് 94 ജാനുവരിയിൽ അങ്ങനെ അതിന് അഡ്വാൻസും കൊടുത്തിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ആ വർഷം അവസാനം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ നാട്ടിൽ വരണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഇത് പറയണം. ഞങ്ങൾ എന്നിട്ട് 95 ഞങ്ങൾ സ്കൂൾ അടച്ചപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അവിടെ ഹോളിഡേയ്സ്, ഞങ്ങൾ നാട്ടിൽ വരാൻ നോക്കുമ്പോൾ ടിക്കറ്റ് ഞങ്ങൾ 4 മക്കളും അച്ഛനും അമ്മയ്ക്കും കൂടെ ഒത്തിരി ആവൂലേ. ഇന്ന് വരെ കുവൈറ്റിലുണ്ടാകാത്ത ഒരു അത്ഭുതം അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഫാമിലി ഫുൾ ടിക്കറ്റ്, ഫുൾ എടുക്കണം, വൈഫിന് ഹാഫ് ടിക്കറ്റ്, കുഞ്ഞുങ്ങൾക്കെല്ലാം ഹാഫ് ടിക്കറ്റ്. ഒരിക്കലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, അതിനു മുമ്പും ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ഞങ്ങൾക്കപ്പൊ അങ്ങനെ ടിക്കറ്റ് നല്ല റേറ്റ് ടിക്കറ്റ് ഇട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു. ഞങ്ങൾ നാട്ടിൽ ഒരു കർത്തൃദാസനെ വിളിച്ച് ഇവിടെ മീറ്റിംഗ് വെച്ചു. വീട്ടുകാരെല്ലാരും വന്നു, എല്ലാവരും തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ച്. അവർക്കൊന്നും മനസ്സിലായില്ലെന്ന്. അതങ്ങനെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അന്ന് ഞങ്ങൾ വരുമ്പോ ഞങ്ങള് ഗോൾഡൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ ഈ അമേരിക്കൻ ചർച്ചിൽ ഗോൾഡിനോട് എനിക്ക് ഒരു ഇതുമില്ല, ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടുകാർക്ക് മനസ്സിലായില്ല, അവർക്ക് ഈ സ്നാനം എന്താ ഒന്നും മനസ്സിലായില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങള് 95 ഞങ്ങള് അവിടെ ഒരു കുവൈറ്റ് പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന് പറഞ്ഞൊരു അബ്രഹാം ജോർജ് എന്ന് പറഞ്ഞ പാസ്റ്റർ, എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെന്ന്, കുറ്റപ്പുഴ രാജാൻ എന്ന് പറയും, തിരുവല്ല. രാജാന്റെ ഒരു സ്വതന്ത്ര സഭയാ. അവിടെ ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഒരു ചർച്ചിലും, ഇംഗ്ലീഷ് ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഞങ്ങൾ സ്നാനപ്പെട്ടത്. ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഈ പെന്തക്കോസ്തുകാരൊന്നും നമുക്കങ്ങനെ അറിയത്തുമില്ല, പറഞ്ഞിട്ടുമില്ല. അന്ന് ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ താഴെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ബൈബിൾ ക്ലാസ്സിന് പോയത്. പിന്നീട് ഞങ്ങൾ ആ സഭയിലായിരുന്നു. അവിടെ പിന്നെ ജോയിൻ ചെയ്തു. പിന്നെ എല്ലാ മീറ്റിങ്ങും, ഒട്ടുമിക്കവാറും മീറ്റിംഗ് ഞങ്ങളുടെ വീട്ടിലാണ്. കാരണം ഞങ്ങളുടെ വീട് ഹോളൊക്കെ ഇച്ചിരി വലുതായിരുന്നു. അപ്പൊ സ്പെഷ്യൽ മീറ്റിംഗ്, ബൈബിൾ ക്ലാസ് എല്ലാ ആഴ്ചയിലും. അങ്ങനെ പിന്നെ ബൈബിൾ ക്ലാസ് എല്ലാം നടന്നു. അപ്പൊ ഞങ്ങള് പിന്നെ ഒരുപാട് കർത്തൃദാസന്മാർ കുവൈറ്റിലായിരുന്നുണ്ട്. ലോക പ്രശസ്തരായ കർത്തൃദാസന്മാരുടെ കൺവെൻഷനുകള് അവർ നമ്മുടെ സഭയിൽ വരും.
അങ്ങനെ വളരെ അനുഗ്രഹമായിരുന്നു. വചനം പഠിക്കാൻ ആത്മീയമായിട്ട് വളരാൻ ഞങ്ങൾക്ക് പറ്റി. വളരെ വളരെ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഇവിടെ പ്രശസ്തരായ പല കർത്തൃദാസന്മാരും നമ്മുടെ സഭയിൽ വരും, ഭവനത്തിൽ വരും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ. ഞങ്ങളുടെ കർത്തൃദാസനാണ് വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾ വളർന്നത്, ആത്മീയമായി വളർന്ന ഈ KPA സഭയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ 98 ലീവിന് വന്നാൽ 98 ലീവിന് ഞങ്ങളുടെ മുറ്റത്ത് വെച്ചൊരു കൺവെൻഷൻ നടത്തി. വന്ന് വചനം ഷെയർ ചെയ്ത് നിരണം സോമൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ. പുള്ളിക്കാരൻ ഭയങ്കര അനുഭവ സാക്ഷിയാണ്. ഇവിടെ കല്ലെറിയാൻ വേണ്ടി ആൾക്കാർ എല്ലാം വെളിയിൽ നിൽക്കുമായിരുന്നു. പക്ഷെ ഈ പുള്ളിക്കാരന്റെ സാക്ഷ്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അന്ന് അതെല്ലാം കഴിഞ്ഞ് പിന്നെ 98 ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ അപ്പം ഞങ്ങൾ ആഭരണം എല്ലാം ഊരി അങ്ങനെ ഞങ്ങൾ ഈ സഭയോട് ചേർന്നല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് വരുന്നത്. മദറിൻലോക്ക് ഇച്ചിരി പ്രയാസം വന്നു. മദറിൻലോ പറഞ്ഞു, ഇത്രയും നാളില്ലാത്ത ഈ ഒരു യേശു നിനക്ക് എവിടെ നിന്ന് വന്നു അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ അറിയത്തില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു യേശുവിനെ. ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയോട് പറയാന്ന്. പിന്നെ അമ്മ വിദ്യാഭ്യാസമുള്ള അമ്മയായിരുന്നു, ഇച്ചിരി പഴയ 10ാം ക്ലാസ്സുകാരി, ഒരു മ്യൂസിക് ടീച്ചറായിട്ട്. പിന്നെ അഡ്മിഷനൊക്കെ കിട്ടിയത് അച്ഛൻ വീട്ടില്ല. അമ്മ അതുകൊണ്ട് ചിലരെയൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഒത്തിരി വായനാശീലമുള്ള അമ്മയായിരുന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് പിന്നെ അതിലോട്ടൊരു ചായ്വ് വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 98 ഞങ്ങളുടെ സഹോദരങ്ങളൊന്നും വീട്ടിൽ കയറ്റത്തില്ല. എൻ്റെ സഹോദരങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ വീട്ടിൽ വരണ്ട. 75 ദിവസത്തെ ലീവിന് ഞങ്ങൾ വന്നിട്ട് വീട്ടിലൊരു TV ഇല്ല, ഞങ്ങൾക്ക് വാഹനമില്ല, എവിടെയെങ്കിലും ഒന്ന് പോകണേ കുഞ്ഞുങ്ങളെ കൊണ്ട്, ഒന്നുമില്ല. ഞങ്ങൾ വല്ലാത്ത ഒരു അവസ്ഥയിൽ 75 ദിവസം ലീവ് എങ്ങനെയും കഴിഞ്ഞാൽ മതി എന്നോർത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. ഹസ്ബൻഡിന്റെ സഹോദരിമാരൊന്നും കേട്ടത്തില്ല. നിങ്ങൾ വരണ്ട, നിങ്ങൾ പെന്തക്കോസ്തുകാരാ, ഞങ്ങൾക്ക് നാണക്കേടാ, വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെങ്ങും പോയില്ല. അങ്ങനെ ലീവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. അങ്ങനെ വീണ്ടും അവിടെ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഡ്യൂട്ടിയിൽ ഒരു സിസ്റ്റർ, പ്രേമ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ, ഒരു വെള്ളിയാഴ്ച അവിടെ ഹോളിഡേ ആസിഡ് കുടിച്ചിട്ട് വന്നിട്ട് ഇവര് അപ്പൊ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഈ മെഡിസിൻ്റെ ഒക്കെ എക്സ്പയറി ചെക്കിങ്ങും അങ്ങനെ ഞങ്ങൾ തിരക്കാം. പക്ഷെ പേഷ്യൻസ് കുറവായിരിക്കും വെള്ളിയാഴ്ച. ഇവരെല്ലാം വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും, ഹോളിഡേ ആയതുകൊണ്ട്. അപ്പൊ അന്ന് ഞാനാ ലീഡർ. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് രാവിലെ പണിയായി, ആസിഡ് കുടിച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. നോക്കുമ്പോ അപ്പൊ ഞാൻ പറയാ, എന്നോട് പറഞ്ഞ ആള് അമല എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ, അമലയോട് പറയാം, അമല വലിയ ക്യാനിലിടാ അമലെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ദേഷ്യത്തില പറഞ്ഞത്. അതായത് രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈ ജോലി തീർക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇവരുടെ അടുത്തേക്ക് നടക്കുകയും എന്നോട് ദൈവാത്മാവ് ഇടപെടുക, നീ അവളോട് എന്നെ പറ്റി പറയാം കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ആത്മാവിൽ നിറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ പ്രേമയോട് പറയാ, പ്രേമ എന്തിനാ ഇത് കുടിച്ചതെന്ന് വെച്ചാൽ നിസ്സാര കാരണം, മാനസികമായ ഒരു പ്രശ്നം. അവരുടെ പാട്ടി മരിച്ചു. അവര് പട്ടന്മാരാ, ഈ തമിഴ് പട്ടന്മാരാ. അപ്പൊ അവര് ഇന്ത്യൻ എംബസിക്കകത്താ താമസിക്കുന്നത്, അവിടുത്തെ ഓഫീസേഴ്സാ. പ്രേമയും ഹസ്ബൻഡും ഒരു മോനും ഉണ്ട്. ഇപ്പൊ വെളിയിൽ മുഴുവൻ ഇന്ത്യൻ എംബസിയിലുള്ള സകല ഓഫീസേഴ്സും വെളിയിലുണ്ട്. അവർ പേടിച്ചു പോയി, പോലീസ് കേസ് ആവില്ല, ആസിഡ് കുടിച്ചിട്ട് വന്നല്ലേ. എന്നിട്ട് ഞാൻ അപ്പൊ പ്രേമയോട് പറഞ്ഞു, പ്രേമ നിന്നെ രക്ഷിക്കാൻ യേശുവിനെ കഴിയത്തും. അപ്പൊ ഇവർക്കും അറിയില്ല യേശു ആരാന്ന്. അപ്പൊ ഇവരോട് പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഇവര് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. വൊമിറ്റ് ചെയ്ത് ബ്ലഡും ഒന്ന് ഭയങ്കരമായിട്ട് ഇവര് എന്നിട്ട് അപ്പം മുതൽ ഇവർ പറയാന്ന്, യേശുവേ രക്ഷിക്കണം, യേശുവേ രക്ഷിക്കണം. ഇങ്ങനെ ഇവർ കിടന്ന് പറയാൻ, ഇവർക്ക് കൂടുതലൊന്നും അറിയത്തില്ല. എന്തായാലും പോലീസ് കേസായി. അത് വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ ആ സമയത്ത് ഈ സീതാറാം ഹസ്ബൻഡ് സീതാറാമിനോട് ഞാൻ ചെറുതായിട്ട് സുവിശേഷം, നമുക്ക് സമയമില്ല, നമ്മൾ തിരക്കാം. അങ്ങനെ സീതാറാമിനോടും പറഞ്ഞു. അത് കഴിഞ്ഞ് അഡ്മിറ്റ് ആക്കി. ഞാൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, പോലീസ് കേസ് അതൊരു പ്രൊസീജിയറിനേ ഉള്ളൂ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കി. എൻഡോസ്കോപ്പിക്ക് എടുത്തപ്പോൾ ഇവിടെ എല്ലാം ഈ അന്നനാളെല്ലാം അങ്ങ് ദ്രവിച്ച പോലെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തില്ല. എന്നിട്ട് പറഞ്ഞു 3 ആഴ്ച കഴിയാതെ
ഒന്നും കുടിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവര് ഈ കിടന്നുകൊണ്ട് ഇത് തന്നെയായിരുന്നു, യേശുവേ രക്ഷിക്കണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ വാടി കൊണ്ടുപോയ കുട്ടി എൻ്റെ അടുത്ത് പറയായിരുന്നു, സിസ്റ്ററെ പോയ വഴിക്കക്കടെ മുഴുവൻ ഇങ്ങനെ പറഞ്ഞോണ്ടാ പോയതെന്ന്. അത് കഴിഞ്ഞ് എന്തായാലും കൊള്ളാം, 3-ാം ദിവസം എൻഡോസ്കോപ്പി ചെയ്തു. അവർക്ക് ഒത്തിരി ബെറ്ററായി. അവർ ജെല്ലി കസ്റ്റാർഡൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ അവര് ഡിസ്ചാർജ് പെട്ടെന്ന് ആദ്യം ദിവസം കിടന്നില്ല, ഡിസ്ചാർജ് ചെയ്തു അവർ വീട്ടിൽ പോയി. അവര് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. അവരോട് സുവിശേഷം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കർത്തൃവാസനുമായിട്ട് പോയി ഇന്ത്യൻ എംബസിക്ക് അകത്ത് പോയി, എംബസിക്കകത്ത് ഓഫീസേഴ്സ് താമസിക്കുന്ന ഇടത്ത് പോയി കർത്തൃവാസനം ഒക്കെ പോയി അവരോട് സുവിശേഷം പറഞ്ഞു. അവർ പിന്നെ പ്രാർത്ഥനയ്ക്ക് വരാൻ വന്ന് അവർ 3 ഇയേഴ്സിലേക്കാ ഇന്ത്യൻ എംബസിയിൽ എല്ലാം ഇങ്ങനെ മാറി മാറി പോകുമല്ലോ, അങ്ങനെ വന്നതാ. അപ്പൊ അത് കഴിഞ്ഞ് ഈ സീതാറാം ഒരു മേശ നിറച്ച് വിഗ്രഹങ്ങളായിരുന്നു. ആ വിഗ്രഹം എല്ലാം ചാക്കി കെട്ടി അവർ കൊണ്ടുവന്ന് കളഞ്ഞു. അങ്ങനെ അവര് വിശ്വാസത്തിൽ വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു വലിയൊരു സന്തോഷമായിരുന്നു. അവർ പിന്നീട് സ്നാനപ്പെട്ടു. എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു, ഓസ്ട്രേലിയ, ചിലി, ഇങ്ങനെ ഓരോ ദേശത്തു നിന്നും വിളിക്കും. ഇപ്പൊ കുറച്ചു നാളായിട്ട് കണക്ഷൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ കുറേ പേര് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഞങ്ങൾ കർത്തൃവാസനയും കൂട്ടി പോകുമായിരുന്നു ഓരോ വീടുകളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിന്. പിന്നെ ഒരു ബാബു കമലം വന്നു ഹോസ്പിറ്റലില് തലവേദനയായിട്ട്. ഇതൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവരും വിശ്വാസത്തിൽ വന്നു. ഹസ്ബൻഡും വൈഫും 2 കുഞ്ഞുങ്ങളും അവരും വിശ്വാസത്തിൽ വന്നു. അങ്ങനെ എന്താ പറയാ, പിന്നെ കുറച്ച് നാളും കൂടെ അവിടെ സഭയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കുവൈറ്റില് 2005 ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച് ഒരു സ്വതന്ത്ര സഭയായിരുന്നു. അത് IPCയോട് ചേർന്ന്, IPC 8 സഭകളുണ്ട്. IPCയോട് ചേർന്ന്, അതിനു മുമ്പ് ഇതൊരു സ്വതന്ത്ര സഭയായിരുന്നു. അപ്പൊ ആ സമയത്ത് വളരെ കുറച്ച് പെന്തക്കോസ്തുകാരാണ്. പക്ഷെ ഇന്ന് 10,000-ലൊക്കെ മേളിലായി കേട്ടോ. ഒരുപാട് പേരുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് ഇതുണ്ട്, AG ഉണ്ട്. എനിക്കറിയില്ല കർത്തൃവാസം കുവൈറ്റ് വന്നിട്ടുണ്ടോന്ന്. അങ്ങനെ ഈ IPC റീജിയനോട് ചേർന്നു. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരിമാരുടെ ഇടയിൽ സെക്രട്ടറി ആയിട്ടൊക്കെ എന്നെ ഞങ്ങളുടെ കർത്തൃവാസൻ നിയമിച്ചു. അതുപോലെ ഈ റീജിയനിലാണ് ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ ഉന്നതന്മാരോട് കൂടിയൊക്കെ ആയിരിക്കാൻ എനിക്ക് ദൈവം സഹായിച്ച എൻ്റെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഈ ലോകത്തിൽ ഞാൻ 42 വർഷം ഞങ്ങൾ കുവൈറ്റ് ജോലി ചെയ്തു. പക്ഷെ ഈ ലോകത്തിൽ പൈസയോ അതൊന്നും വേണം, പൈസ വേണം നമുക്ക്. പക്ഷെ ലോകത്തിൽ നമുക്ക് വേണ്ടിയത് യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തു ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഓർക്കാൻ വയ്യ. ഞാൻ എല്ലാ സമ്പാദ്യത്തെക്കാൾ എന്നോട് എൻ്റെ ഒരു ഹെഡ് നേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ശാന്ത നീ ഹിന്ദുവായിരുന്നു, നീ ക്രിസ്ത്യാനിയാ, കുറച്ച് കഴിയുമ്പോൾ നീ മുസ്ലിമാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, നെവർ. ഞാൻ ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ. ഒരു ഡോക്ടർ എന്നോട്, ശാന്ത വൈ യു ബിക്കം ക്രിസ്ത്യൻ, നീ എന്തുകൊണ്ട് മുസ്ലിമായി, നീ എന്തിനാ ക്രിസ്ത്യനായ? ഇങ്ങനെയൊക്കെ നമ്മളോട് അപ്പൊക്കെ നമ്മൾ അവരോട് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ പിള്ളേരെല്ലാവരും ഉന്നത വിദ്യാഭ്യാസം കർത്താവ് വന്ന് എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്ത് വിചാരിച്ചാ കുഞ്ഞുങ്ങളെ ആര് വിവാഹം കഴിക്കും? ഇങ്ങനെയൊക്കെ പറഞ്ഞെടുത്ത് ഞങ്ങൾ പോലും അന്വേഷിക്കാതെ തക്ക സമയം മൂത്ത മോളെ MPT കഴിഞ്ഞപ്പോൾ അവളുടെ വിവാഹം അമേരിക്കയിൽ പഠിത്തം കഴിഞ്ഞായിരുന്നു. ഒരു മോൻ ഏകനായിട്ട് വിശ്വാസത്തിൽ വന്ന ആലപ്പുഴയിൽ നിന്ന് ആ മകനുമായി വിവാഹം തുടങ്ങും. അവർ അമേരിക്കയിൽ ഡാലസിലായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ മോള് കുവൈറ്റിൽ ജോലിയായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ ജോലി വേണ്ട, റിസൈൻ ചെയ്ത് പോരാൻ പറഞ്ഞ ഒരു ബാംഗ്ലൂരിലാണ്. രണ്ടാമത്തെ മോളും കൂടി 2 കുഞ്ഞുങ്ങള്. മൂന്നാമത്തെ മോള് പാസ്റ്റർ വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് ഈ ചാനലിൽ തന്നെ ടെസ്റ്റ് മണി പറഞ്ഞ ഒരു ചൈത്ര ഓർമ്മയുണ്ടോ? ഗൂഡല്ലൂരുള്ള. അതെ അതെ. ആ ചൈത്ര ഞങ്ങളുടെ മരുമോന്റെ വീട്ടില, മരുമോന്റെ സഹോദരിയായിട്ട് അവർക്ക് ചിൽഡ്രൻസ് ഹോം ഉണ്ടായിരുന്നു. അവിടെ ചൈത്ര ഉള്ളത്. ഇപ്പൊ ആ കുഞ്ഞിന്റെ വിവാഹം റെഡിയായി കേട്ടോ. ഈ സെപ്റ്റംബർ 5-ാം തീയതി വിവാഹമാണ്. അപ്പൊ
അവിടുത്തെ മൂത്ത മോനാണ് ഞങ്ങളുടെ മൂന്നാമത്തെ മോളെ വിവാഹം ചെയ്തത്, ജോജി തോമസ്. അവർക്ക് 2 കുഞ്ഞുങ്ങള്. അവർ 11 വർഷം ഇവിടെ ഇൻടച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരായിരുന്നു. അതിനുശേഷം അവർ നാഗാലാൻഡിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പൊ മാർച്ച് 20 ജോജി കാനഡയ്ക്ക് പോയി. മോള് പോയിട്ടില്ല. മോളിപ്പോ ഈ കുഞ്ഞിന്റെ വിവാഹം കൂടെ കഴിഞ്ഞൊക്കെ പോകാം, അപ്പോഴത്തേക്കും വിസ വരുമെന്ന് ഓർത്തിരിക്കുന്നു. ഈ നാഗാലാൻഡിൽ പോയി കുറെ കഷ്ടപ്പെട്ടു. ഞാൻ തന്നെ മോളോട് ചോദിച്ചു, എൻ്റെ മോളെ നീ എങ്ങനെ കുവൈറ്റ് ജനിച്ചു വളർന്ന എല്ലാ സൗകര്യങ്ങളും കൂടി എല്ലാം ജീവിച്ച കുഞ്ഞ് നാഗാലാൻഡിൽ പോയി ശരിക്കും അവള് കഷ്ടപ്പെട്ടു. പക്ഷെ അവള് ചെറുപ്പത്തിലെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് അവൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിള്ളേരെല്ലാം നമുക്ക് ഈ കുവൈറ്റിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. ക്യാമ്പ്, ഈ ICPF-ന്റെ ക്യാമ്പ്, പിന്നെ ബൈബിൾ ക്ലാസ്സുകൾ, പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ സൺഡേ സ്കൂളൊക്കെ വെരി ആക്റ്റീവാണ് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ഈ പിള്ളേരെല്ലാം ചെറുപ്പത്തിലെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് മോൾ അങ്ങനെ ദൈവവേലയിൽ അവരെ കുടുംബമായിട്ടായിരിക്കുന്നു. മോനും കുടുംബവും ഇപ്പൊ കുവൈറ്റില്ല. ഈയിടെ അവധിക്ക് എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും വന്നു പോയി. മോനും കുടുംബം അവരെല്ലാം സമർപ്പിച്ചേക്ക കർത്താവിന്റെ ദൈവത്തിന്റെ സമയത്ത് അവരെ വിളിച്ച് കർത്താവ് വേർതിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ ഓരോരുത്തരും എന്താ പറയണേ, ചെറുതായിട്ടൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. അങ്ങനെ ഇരിക്കുന്നു. പിന്നീടാണ് ഞങ്ങൾ 2019 ഞങ്ങൾ റിസൈൻ ചെയ്തു പോന്നു. 19 ഇവിടെ വന്ന് ഞങ്ങൾ ഓഗസ്റ്റിൽ വന്നു. നവംബറിൽ എനിക്കൊരു ചെറിയ എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വെരി ഹെൽത്തി, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ബയോപ്സിക്ക് അയച്ചപ്പോൾ അതിനകത്ത് ക്യാൻസറാണ്, CA എൻഡോമെട്രിയം, യൂട്രസിന്റെ ഒരു ഭാഗം അവിടെ ക്യാൻസറാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് ഈ റിപ്പോർട്ട് ഡോക്ടർ പറയുമ്പോഴൊന്നും എനിക്ക് വലിയ ഒരു ഇത് തോന്നിയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ലെറ്റർ വന്നു, കൺസൾട്ടേഷൻ ലെറ്റർ വന്നു. ഒന്നിൽ RCC പോവാ, അല്ലെങ്കിൽ അമലയിൽ പോവെന്നൊക്കെ പറഞ്ഞ് ലെറ്റർ വന്നു. ആ ലെറ്റർ കൊണ്ടൊന്നും ഞങ്ങളൊന്നും പോയില്ല. അപ്പൊ ഞങ്ങളുടെ കർത്തൃദാസൻ, ഞങ്ങളിപ്പൊ അത് പറഞ്ഞില്ല, ഞങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന ഇരിങ്ങാലക്കുടയിലെ ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിലാണ്. ഞങ്ങളുടെ പാസ്റ്റർ ജോൺ ജോസഫ് കഴിഞ്ഞ 23 വർഷമായിട്ട് ഞങ്ങളുടെ കർത്തൃദാസൻ ഈ ചർച്ചിലായിരിക്കുന്നു. കർത്തൃദാസൻ വന്നതിന് ശേഷമാണ് അല്പം സ്ഥലം മേടിച്ച് അവിടെ എന്താ പറയണ ചർച്ച് പണിതു. അതിന്റെ മേളില് പാഴ്സണേജ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ചർച്ച കൂടുന്നവരൊക്കെ അത്ര നല്ല സാമ്പത്തികമായിട്ട് വലിയ നിലവാരമുള്ളവരൊന്നും ഇവിടെയൊക്കെ അങ്ങനെ അധികം വല്ല RC-കാരുടെ കേന്ദ്രമായി ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് തന്നെ. അപ്പൊ വലിയ ഇതായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ കർത്തൃദാസന്റെ ഒരു ഹാർഡ് വർക്ക്, കർത്തൃദാസൻ അതേസമയം സെൻട്രൽ പാസ്റ്ററും മലബാർ സോണൽ ഡയറക്ടറും ഒക്കെയാണ്. അങ്ങനെ ആയിരിക്കും. ഞങ്ങള് നല്ലൊരു പ്രാർത്ഥന ഉള്ള ഒരു ചർച്ചാണ്, ഞങ്ങൾക്ക് വളരുവാനും ഒക്കെ. അങ്ങനെ ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നവംബറിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ജാനുവരി ആയപ്പോഴത്തേക്കും ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടി. ഞാൻ ഈ റിപ്പോർട്ടും കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഈ ഡോക്ടർ ഗംഗാധരന്റെ അടുത്ത് പോയി. ഡോക്ടർ ഗംഗാധരന്റെ അടുത്ത് പോയപ്പോൾ ഓപ്പറേഷൻ അവിടെ അഡ്മിറ്റ് ആക്കി ചെയ്യാൻ ഡോക്ടറുടെ വൈഫ് ഓൺകോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് അവിടെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അത് ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു കർത്തൃദാസന്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഈ ഇവിടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗാസ്ട്രോയും വേണം, ഗാസ്ട്രോ സർജനും വേണം, ഗൈനിക്കും വേണം. അങ്ങനെ അവിടെ പോയി തിരുവല്ലയിൽ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ആഴ്ചയിൽ 3-4 മണിക്കൂർ യാത്രയാണ്. ഞങ്ങൾ അവിടെ പോയി ഓപ്പറേഷൻ ചെയ്തു. ജാനുവരി 27 ഓപ്പറേഷൻ ചെയ്തു. ലാപ്രോസ്കോപ്പിക്കാണ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കോംപ്ലിക്കേഷൻ. എൻ്റെ മോള്, മൂന്നാമത്തെ മോള്, അവരന്ന് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ മോളൊക്കെ കുവൈറ്റിലായിരുന്നു, ആരുമില്ല ഇവിടെ. ഞാനും ഹസ്ബൻഡും. ഈ മോള് ചെറിയ കുഞ്ഞാ, 3 വയസ്സുള്ള കുഞ്ഞിനെ ഇട്ടുവെച്ച് അവള് വന്ന് എൻ്റെ കൂടെ നിൽക്കുക. അന്നേരം എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കി 4-ാം ദിവസം ഇവളെന്നെ പിടിച്ചുകൊണ്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോവുക. ടോയ്ലറ്റിൽ കൊണ്ടുപോകുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ 3-4 ഹോള് വരും. ഈ ലപ്രോസ്കോപ്പിക്ക് ചെറിയ ചെറിയ ഹോള്, 4 ഹോള് വരും.
അത് ഒരു ഹോളിക്കിടെ മോഷൻ വെളിയിലോട്ട് വന്നു. മോഷൻ വെളിയിലോട്ട്, അത് ഏറ്റവും ഡേഞ്ചറസ് അത്. അപ്പൊ ഞാൻ കാണുന്നേ ഇല്ല. മോൾ എന്നോട് ചോദിച്ചു, അയ്യോ മമ്മി ഇതെന്നാണെന്ന്. അങ്ങനെ അപ്പോഴത്തേക്കും ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പോയത്, ആ കൗണ്ടറിൽ നിൽക്കുന്നുണ്ട്. ഇവര് ഹസ്ബൻഡ് ഓടിപ്പോയി വിളിച്ചു. പെട്ടെന്ന് അടുത്ത എമർജൻസി ഓപ്പറേഷൻ എടുത്തു. അപ്പൊ ആദ്യം ലാപ്രോസ്കോപ്പി ചെയ്തെങ്കിൽ പിന്നെ അപ്പൊ ആ ദിവസങ്ങളൊക്കെ ഞാൻ ഡോക്ടറോട് പറയുന്നുണ്ട്, എനിക്ക് എന്തോ തോന്നും, വയറ് വീർത്തിരിക്കുന്നു, നിങ്ങൾ എന്നെ ഓപ്പൺ ചെയ്യുന്നു ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നെ ഓപ്പൺ ചെയ്തു, ലാപ്രോട്ടമി ചെയ്തു. അപ്പൊ ഈ സ്റ്റൂള് നിറഞ്ഞായിരുന്നു, ഞാൻ ചത്തുപോയായിരുന്നു കേട്ടോ. ഭയങ്കര കോംപ്ലിക്കേഷൻ ആകുന്ന ഒരു കാര്യമാണ്. അതിന്റെ കോളൻ പെർഫറേറ്റഡ് ആയി. അത് ഇവർ ഈ ചെയ്ത സമയത്ത് വല്ലതും പറ്റിയതായിരിക്കും. ഫോഴ്സെപ്സും കൊണ്ട് എൻ്റെ ഇൻറ്റസ്റ്റൈൻ എല്ലാം സ്റ്റിക്കി ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവരത് സെപ്പറേറ്റ് ചെയ്യാൻ കുറെ സമയം എടുത്തെന്ന് പറഞ്ഞു. ആ സമയത്ത് പറ്റിയതായിരിക്കും. അങ്ങനെ എന്തായാലും എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന്. കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയി. നമ്മൾ ദൈവമക്കൾ പ്ലസ് ദൈവം അറിയാതെ നമ്മുടെ തലേന്ന് ഒരു മുടി വീഴുന്നില്ല. അങ്ങനെ പിന്നെ അടുത്ത ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പടി കോംപ്ലിക്കേഷനായി ICU കൊണ്ടുപോയി. ICU കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം ഈ സോഡിയം പൊട്ടാസ്യം എല്ലാം അപ്സൈഡ് ഡൗൺ ആയി. ICU കൊണ്ടുപോയപ്പോഴത്തെ എൻ്റെ ഹാർട്ട് റേറ്റ് അങ്ങ് കൂടി, ഭയങ്കരമായിട്ട് കൂടി. 232. ഞാൻ കാണാതെ, ഞാൻ നേഴ്സാണെന്ന് അവർക്കറിയാം, ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മോണിറ്റർ തിരിച്ചു വെച്ചിരിക്കുക. പക്ഷെ എനിക്ക് ഗ്ലാസ്സിൽ കൂടെ കാണാം പൾസ് റേറ്റ്. ഇവിടെ അടിച്ചിട്ട് എനിക്ക് ഈ സൈഡ് പറഞ്ഞു പോകുന്ന പോലെ തോന്നും എനിക്ക്. എന്നിട്ട് ഇവര് ഇഞ്ചക്ഷൻ തരുന്ന 2-3 ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, എനിക്കറിയാം. ആ ഇഞ്ചക്ഷനൊക്കെ തരുന്നുണ്ട്, പക്ഷെ ഇത് കുറയുന്നില്ല. അവസാനം ഇതിന് ചെയ്യുന്ന ഷോക്ക് കൊടുക്കുക. ആ സ്റ്റേജ് വരെ എത്തി. പക്ഷെ അതിന് മുന്നേ എനിവേ 3ാമത്തെ ഇഞ്ചക്ഷൻ കൊടുത്താന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് നോർമലായി. വീണ്ടും ഉണ്ടായി 2 ദിവസം കഴിഞ്ഞ്. ചത്തുപോകുന്ന ഒരു മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയിട്ട് ഞാൻ തിരിച്ചു വന്ന. പിന്നെ ഈ CPAP എന്ന് പറഞ്ഞ് എക്സ്റ്റേണൽ വെന്റിലേറ്റർ അതിലിട്ടു, സെൻട്രൽ ലൈന്, പിന്നെ ECG ട്യൂബേ ഉള്ളൂ, മൂക്കിക്കട ട്യൂബ്, യൂറിന്റെ ട്യൂബ്, ഇവിടുന്ന് 2 ഡ്രെയിൻ, ഈ വയറിൽ നിന്ന് 2 ഡ്രെയിൻ, ആകെ കൂടെ എന്നെ കാണാനില്ല, ട്യൂബ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാൻ ICUയിൽ കിടന്നു. അവിടെ നിന്ന് ഒരു 8-9 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത ICUയിലേക്ക് മാറ്റി, സ്റ്റെപ്പ് ഡൗൺ ICUയിൽ കൊണ്ടുപോയി. അവിടെയും കിടന്നു. പിന്നെ വാടിക്ക് 31 ദിവസം തിരുവല്ല അവിടെ ബിലീവേഴ്സിൽ കിടന്നു. 31ാമത്തെ ദിവസം വിത്ത് ഡ്രെയിനായി എന്നെ ഡിസ്ചാർജ് ചെയ്യും. ആ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു തീർന്നു പോയി. പക്ഷെ ഒക്കെ ഒരു വചനം എന്നെ ധൈര്യപ്പെടുത്തി തന്നു. ഞാൻ പറയാ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും, അവനാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേറി. ഈ വചനം എപ്പോഴും എനിക്ക് ബോധം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരു ഡിലീറിയസ് സ്റ്റേജിൽ ICU കിടക്കുമ്പോ അന്നേരം ഈ വചനം എന്നെ ബലപ്പെടുത്തുക തന്നെയല്ല, ഞാൻ മരിക്കുകയല്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കും. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ എന്നെ ധൈര്യപ്പെടുത്തുന്നു. എന്നാലും മനുഷ്യനല്ലേ, മനുഷ്യൻ ഇടയ്ക്ക് മതി. എന്നാലും കർത്താവ് എന്താ എനിക്ക് ഇങ്ങനെ വന്നത്, ഇങ്ങനെ ഒക്കെ ദൈവത്തോട് ചോദിക്കാൻ. ഏതായാലും കർത്താവ് എന്നെ സൗഖ്യമാക്കി. അവിടുന്ന് ഇവരകത്തുനിന്നും ഒക്കെ ഈ ബയോപ്സി അയച്ചു. അവിടെ അവര് എന്താ പറയണേ, ഓവറി, ഫെലോപ്പിയൻ ട്യൂബ് അതെല്ലാം റിമൂവ് ചെയ്താണ്. എല്ലാം ബയോപ്സി, എല്ലാം നെഗറ്റീവ്. ഞാൻ ക്യാൻസറിന്റെ ഒരു ട്രീറ്റ്മെന്റും എടുത്തില്ല, ഇന്ന് വരെ എടുത്തിട്ടില്ല. എല്ലാ വർഷവും ഞാനിപ്പോ ചെക്കപ്പിന് പോകുന്നുണ്ട്, ഞാൻ ഒന്നും എടുത്തില്ല. കർത്താവ് എന്നെ അന്ന് സൗഖ്യമാക്കി. അങ്ങനെ അവിടെ നിന്ന് 31 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാനസിക രോഗിയെപ്പോലെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഇവർ കിടന്നുറങ്ങുന്നു. അപ്പൊ അതിനിടയിൽ കുവൈറ്റിലുള്ള മോള് വന്നായിരുന്നു. മോളാ എന്നെ നോക്കുന്നത്. ഈ മോളും ഹസ്ബൻഡും കൂടെ. പിന്നെ 3ാമത്തെ മോള് ഒരാഴ്ച കഴിഞ്ഞപ്പോ കുഞ്ഞ് ചെറുതായിരുന്നു, അവള് തിരിച്ചുപോയി. ഈ മോളും ഹസ്ബൻഡും എന്നെ നോക്കിയത് എങ്ങനെയാ നോക്കിയെന്ന് എനിക്കറിയാം. അതുപോലെ ഇവരെന്നെ നോക്കി. ഞാൻ പറയും ഇതുപോലെ ആരും ചെയ്യല്ല. എൻ്റെ മോളും ഈ ഹസ്ബൻഡും. 3ാമത്തെ മോളും ശരിക്കും, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് അവള് പോയല്ലോ. ഇതും 1 മാസം ഹോസ്പിറ്റലുണ്ടായി. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഈ ഹോസ്പിറ്റൽ ICU കിടക്കുമ്പോ എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ വന്നു. അപ്പൊ കയ്യും കാലും ഒക്കെ ഇത്രയും നീരാ.
കുത്തുമ്പോ കിട്ടത്തില്ല. ഈ ABG ആർട്ടീരിയൽ ബ്ലഡ് എടുക്കുന്ന ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കുത്തുക. അത് നമ്മൾ ആർട്ടറിന്ന് ബ്ലഡ് എടുക്കുന്നത്. അതൊന്നും കിട്ടുകയല്ല. 5 പ്രാവശ്യമൊക്കെ കുത്തിയിട്ടുണ്ട്. 4 പ്രാവശ്യം കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സിസ്റ്ററിന് മടി എന്നെ കുത്താൻ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ 1 മിനിറ്റ് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് പറയും ഇനി കുത്താൻ പറയും. അങ്ങനെ കുത്തുമ്പോൾ കിട്ടുക. അങ്ങനെ പിന്നെ എന്താ പറയണേ, ഈ അവിടുന്ന് ഈ ബ്ലഡൊക്കെ എടുത്ത് അങ്ങനെ ഈ നീര് കാരണമാണ് കിട്ടാത്തത്. അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വന്ന് കണ്ടിട്ട്, ഞങ്ങൾ ഒന്നിച്ച് ബോംബെ നേഴ്സിംഗ് പഠിച്ച, ഞങ്ങൾ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഒരുമിച്ച് വന്ന മറിയാമ്മ, തിരുവല്ലക്കാരി, എന്നെ കാണാൻ വന്നിട്ട് ഞങ്ങളുടെ കർത്തൃദാസനോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ മെഡിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക ശരിക്കും പറയാം. പുള്ളിക്കാരി മർത്തമ്മക്കാരിയാണ്, ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. പിന്നെ ഞങ്ങളുടെ കർത്തൃദാസനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സഭയിലെ എല്ലാവരും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ എനിക്ക് വേണ്ടി ഒരുപാട് പേര് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് വന്നു. പിന്നെ വീണ്ടും അടുത്ത വർഷം എനിക്ക് ഹെർണിയായി, വലിയ ഹ്യൂജ് ഹെർണിയ. അതിന് ഓപ്പറേഷൻ ചെയ്തു. അവിടെ തന്നെ പോയി ഓപ്പറേഷൻ ചെയ്തു. അതിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ഇപ്പൊ ഞാൻ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ പിന്നെ ഞങ്ങളാണ് ഈ ചർച്ചിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളിപ്പോ ഞാനും ഹസ്ബൻഡും കൂടെ ട്രാക്ട് കൊടുക്കാൻ പോകും. തന്നെയല്ല, ചർച്ചിലെ സഹോദരിമാര് ട്രാക്ട് കൊടുക്കാൻ നടക്കുന്ന വഴി ഇതിലെല്ലാം നടന്ന് ഞങ്ങള് വഴി കൂടെ പോകുന്നവരോട് പറയും, ഞങ്ങൾ എവിടെ പോയാലും, ട്രെയിനിൽ പോയാൽ, ഓട്ടോറിക്ഷ ഇപ്പൊ ഞങ്ങള് കയറാറില്ല, വണ്ടി മേടിച്ചതുകൊണ്ട്. അതിനുമുമ്പ് ഓട്ടോറിക്ഷ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിലും ആ ഓട്ടോ ഓടിക്കുന്ന ആളിനോട് ഞങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ ഞങ്ങള് ട്രെയിനിൽ പോയാ, ഒരു കടയിൽ പോയാൽ ഞാൻ മനസ്സിൽ പറയും, ദൈവമേ ഒരു വാക്ക് കർത്താവിന് പറയാൻ ഒരു ചാൻസ് തരണേന്ന്. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു വാക്ക് പറയാൻ അവിടെ ദൈവം വഴിയൊരുക്കും, പറഞ്ഞിരിക്കും. അതുപോലെ ഈ ഞങ്ങളുടെ വീടിന്റെ ഇതിലെല്ലാം നടന്ന് ഞങ്ങള് ഓരോ നടന്നുകൊണ്ട് ട്രാക്ട് കൊടുക്കും വഴികൂടെ പോകുന്നവർക്ക്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ 2 സൈഡിലെ വീട് ഞങ്ങൾ കൈ ചൂണ്ടി പ്രാർത്ഥിക്കും, സ്തോത്രം പറയും. ഞങ്ങൾ അങ്ങനത്തെ അതെല്ലാം ഇപ്പൊ 2 മാസമായിട്ട് ഇതിനൊന്നും പോകാറില്ല. മഴയല്ലേ, ഭയങ്കര മഴയായതുകൊണ്ട് പോകാറില്ല. അങ്ങനെ ഞങ്ങളായിരിക്കുന്നു. പിന്നെ കുവൈറ്റില് ഞങ്ങൾ ഒത്തിരി കർത്തൃദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിച്ചു. ഒരുപാട് പേര്, ചില കർത്തൃദാസന്മാർ 5 പ്രാവശ്യം വന്ന് 2 മാസം വെച്ച് താമസിച്ച് അവിടെ വിസിറ്റിങ്ങിന് വരും. അങ്ങനെയൊക്കെ വളരെ ഞങ്ങള് കുവൈറ്റിലായിരുന്നു. ഇപ്പൊ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങള് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ആയിരിക്കും. സമയം ഒരുപാട് പോയെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല ആൻറ്റി, അത്യാവശ്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി അനുഭവങ്ങളിൽ ബാക്കിയുള്ളത് പറയാം കേട്ടോ. ഇത് ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾ പോയി സുവിശേഷം പറഞ്ഞ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നതൊക്കെ ഉണ്ട്. ശരി, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ പകരട്ടെ. പ്രത്യേകിച്ച് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ആൻറ്റി കടന്നുപോയ ആ ക്രൈസിസിൻ്റെ നടുവിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് അല്ലേ നമ്മൾ അറിയാതെ ചെന്ന് വീണ ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം വ്യക്തമായിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടൊരു വേദോത്സവം തുറന്ന് വായിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യമായിട്ടുള്ള ബന്ധത്തിൽ വല്ലാത്ത അനുഭവം. അതെ, അത് ദൈവത്താൽ മാത്രം കഴിയുന്നത്, അത് മാനുഷികമല്ല, അത് കോയിൻസിഡൻസ് അല്ല, അത് കർത്താവ് നേരിട്ട് സംസാരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. ഓരോ സമയത്തും നമ്മൾ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ദൈവദാസന്മാരുടെ അത് വ്യക്തിപരമായിട്ട് നമ്മളോടുള്ള ദൂതായിട്ട് മാറും. അതാണ് ദൈവത്തിൻ്റെ വചനത്തിനുള്ള ഒരു പ്രത്യേകത. വചനം സംസാരിക്കുന്നു, വചനത്തിന് ജീവനുണ്ട്. അതുകൊണ്ട് തന്നെ വചനം നമ്മളോട് ഇടപെടുവാനിടയായിത്തീരും. ഇതിന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ആൻറ്റിക്ക് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ നമ്മുടെ സമുദായത്തിൽ നിൽക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കണം. ക്രിസ്തീയ നാമം അല്ലെങ്കിൽ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചുകൊണ്ട് നമ്മൾ, എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയും, അങ്ങനെ ജനിച്ചുകൊണ്ട് പോരാ, നിങ്ങൾ യേശുവിനോട് കൂടെ നടക്കണം, യേശുവിനെ അനുഗമിക്കണം എന്നൊക്കെ ഞാൻ പറയും. വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കൂട്ടുകാരോടും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടും, ആരെങ്കിലും ഈ കൃപയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം തമ്പുരാൻ
വഴി തുറക്കും. നിങ്ങൾ വചനം വായിക്കും, വചനം നമ്മളോട് സംസാരിക്കും. പ്രാർത്ഥിക്കാം. ശരി ആൻറ്റി, ആൻറ്റിക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, പ്രഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ. സ്തോത്രം, സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നു. അവിടുന്ന് നൽകി തന്ന ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. ഈ സമയം കർത്തൃദാസനെയും ദാസിയെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ഈ മിനിസ്ട്രിയെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇത്രയും സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ദൈവത്തെ അറിയാത്തവരായി എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ, യേശു കർത്താവ് അല്ലാതെ ഒരു ദൈവമില്ലെന്ന് അവർ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. യഹോവ ദൈവമായി, യഹോവ തന്നെ ദൈവമായി ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളവര്. കർത്താവായ ദൈവമേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാ പ്രേക്ഷകരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ദൈവമായ കർത്താവേ. ഈ സാക്ഷ്യം മുഖാന്തരം ആമേൻ, ഹല്ലേലൂയ, അനേകർക്ക് ഇതൊരു ജീവിതത്തിലെ അനുഭവം, ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഹല്ലേലൂയ അനുഗ്രഹിക്കണമേ. കർത്തൃദാസനെയും ദാസിയെയും അവരുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം തിരുമേനിക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ സിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ സിസ്റ്ററെ. താങ്ക് യു ആൻറ്റി. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. അനേകർക്ക് സാക്ഷ്യം അനുഗ്രഹപ്പെടുത്തലുമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.